ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും നമ്മളുടെ ഗീതാ രഹസ്യം എന്ന ഈ കോഴ്സിന്റെ 4ാമത്തെ ദിനത്തിലേക്ക് എല്ലാവരുടെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. നിങ്ങളുടെ വിലയേറിയ സമയം ഈ ഒരു മഹത് കാര്യത്തിന് വേണ്ടി ചിലവാക്കുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ഈ ഉത്സാഹത്തെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ദിവസം നമ്മൾ 3 അധ്യായം വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ 3 അധ്യായത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മളുടെ ഇന്നത്തെ ഈ ഗീതാരഹസ്യം എന്ന ഭഗവത്ഗീതയുടെ ഒരു ഓവർവ്യൂവിൻ്റെ 18 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ഒരു യജ്ഞത്തിലെ 4ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് 3ാമത്തെ അധ്യായത്തെ സംബന്ധിച്ചുള്ള വിവരണങ്ങളായിരുന്നു. കർമ്മയോഗത്തെക്കുറിച്ചിട്ട് ഭഗവാൻ പറയുന്ന പ്രധാനപ്പെട്ട ഭഗവത്ഗീതയുടെ ഒരു ഭാഗമായ 3ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നമ്മൾ എല്ലാ ദിവസവും തുടങ്ങുമ്പോൾ ചെയ്യാറുള്ളത് പോലെ ഞാൻ ആരെങ്കിലും 1-2 ഭക്തരോട് മുൻപോട്ട് വന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകൾ 1-2 കാര്യങ്ങളെങ്കിലും ഒന്ന് പറയാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ ദിവസവും പറയുന്നത് പോലെ പുതിയതായിട്ട് വരുന്നവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. സോ ആരെങ്കിലും മുൻപോട്ട് വന്നിട്ട് എന്താണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത 4 പോയിന്റുകൾ, 4 പാഠങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്,
അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാവുന്നതാണ്. സോ ഹരേ കൃഷ്ണ. ആരാണ് മുമ്പോട്ട് വരുന്നത്? ഹരേ കൃഷ്ണ. ആരെങ്കിലും മുൻപോട്ട് വന്ന് പറയാനുള്ള സന്മനസ് കാണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു റീക്യാപ്പ് എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ നിങ്ങൾ പ്രഭു. ഹരേ കൃഷ്ണ. പറഞ്ഞാട്ടെ മാതാജി. ആരാണ് പറയുന്നത്? സുമി മാതാജി പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. ഇന്നലെ നമ്മൾ നോക്കിയത് കർമ്മയോഗമാണ്. അതില് 5 ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. ഈശ്വര, ജീവ, പ്രകൃതി, കാല, കർമ്മ. അതില് ഈശ്വര, ജീവ, പ്രകൃതി, കാല ഇതെന്ന് പറയുന്നത് ചേഞ്ചബിൾ ആണ്. അല്ല, ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കർമ്മ എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. വെരി ഗുഡ്. ഓക്കെ. ഇത് 5 ഒബ്ജക്റ്റീവ്സ്. എന്തിന്റെ 5 ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്? കർമ്മയോഗം. ഭഗവത്ഗീതയുടെ 5 ഒബ്ജക്റ്റീവ്സ്. ഭഗവത്ഗീതയിൽ പഠിപ്പിക്കുന്ന 5 വിഷയം. വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ 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 നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ്? അതായത് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമുക്ക് അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. മറ്റേ ഈശ്വര, ജീവ, പ്രകൃതി, കാല എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വെരി ഗുഡ്. വളരെ 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 മനോഹരമായ പോയിന്റ് ആണ് മാതാജി പറഞ്ഞത്. വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ആ പറഞ്ഞ പോയിന്റിൽ. ഓക്കെ, എനിക്ക് ഒരു അഡീഷണൽ ചോദ്യം കൂടി ഇതിനോട് ചോദിക്കാനുള്ളത്, ഇത് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഈ ഒരു സബ്ജക്ട് സംസാരിച്ചതെന്ന് റീകളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ, വേറെ ആർക്കെങ്കിലും പറയാമോ? മാതാജി വളരെ സന്തോഷം. മാതാജി പറഞ്ഞ പോയിന്റ് വളരെ മനോഹരമായ പോയിന്റ്. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പോയിന്റിനെ കുറിച്ച് സംസാരിച്ചത് പറയാമോ? ഞാൻ പറയണ പ്രജി, അതെ പുതിയ ആയിക്കോട്ടെ, ഒരു മുനിമാതി പറഞ്ഞാട്ടെ, കുഴപ്പമില്ല. പറഞ്ഞു. അതായത് ഈ ജീവിതം എന്ന് പറയുന്ന അടുത്ത ജീവിതത്തേക്കുള്ള പ്രിപ്പറേഷൻ ആണെന്നുള്ളതിനെ കുറിച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഈ ജന്മം എന്ന് പറയുന്നത് അടുത്ത ജന്മത്തിനുള്ള പ്രിപ്പറേഷൻ ആണ്. അത് തീരുമാനിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളാണ്. അതുകൊണ്ട് കർമ്മം എങ്ങനെ ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുകയാണ് നമ്മൾ ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ട് ചെയ്തത്. വെരി ഗുഡ്, വളരെ നല്ല പോയിന്റാണ് പറഞ്ഞത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ 4 ലെസൺസ് ഇന്നലെ പഠിച്ചു. എന്തൊക്കെയാണ് 4 ലെസൺസ് പഠിച്ചത്? ഇന്നലെ നമ്മൾ പഠിച്ച 4 ലെസൺസിന്റെ എന്തായിരുന്നു അക്രോണിംസ്, അല്ലെങ്കിൽ ആ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ എഴുതിയ വാക്ക് ഏതായിരുന്നു? ഓക്കെ ഓക്കെ. രമ വേണുഗോപാൽ മാതാജി പറഞ്ഞാട്ടെ. യെസ്, ട്രീ. എന്താണ് ട്രീയുടെ ഫുൾ ഫോം? എന്താണ് ട്രീ? എന്തായിരുന്നു? കേൾക്കാൻ സാധിക്കുന്നില്ല. രമ മാതാജി പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കേൾക്കാൻ സാധിക്കുന്നു. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് മാതാജി, വെയിറ്റ്. രമ മാതാജി പറയാൻ ശ്രമിക്കുന്നു, നോക്കട്ടെ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. പ്രഭു, അടുത്ത മാതാജി പറഞ്ഞോട്ടെ. ഓക്കെ, വേറെ ആരെങ്കിലും പറഞ്ഞോട്ടെ. ഹരേ കൃഷ്ണ. യെസ്, അനില മാതാജി പറഞ്ഞോട്ടെ. ഈ ത്യാഗം, ത്യാഗം. വെരി ഗുഡ്. കർമ്മകാണ്ഡം, കർമ്മയോഗം. നോ, 6 എന്ന് പറയുന്നത് നമ്മൾ റങ്സ് എന്നാണ് പറഞ്ഞത്. യോഗ ലാഡർ. വെരി ഗുഡ്, കറക്റ്റ്. ഓക്കെ. അടുത്തത് എക്സംപ്ലറി കർമ്മയോഗ, ഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന നിഷ്കാമ കർമ്മ. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ലാസ്റ്റിലെത്തത് സോൾ, എനിമി ഓഫ് ദ സോൾ, അല്ലേ? ഇത് ശത്രു, ആത്മാവിന്റെ ശത്രു.
വെരി ഗുഡ്. ബുദ്ധിയൊക്കെ വളരെ വളരെ നല്ല പോയിന്റ് ആണ് പറഞ്ഞത്. അനില മാതാജിയുടെ വീട് എവിടെയാണ്? ഇപ്പൊ ഞാൻ ദുബായിലാണ് പ്രഭു. ദുബായിലാണോ? കരാമയിൽ. എവിടെ? നാട്ടിലെവിടെയാ വീട്? നാട്ടില് തിരുവല്ലാമല സിനി സുമിയൊക്കെ ഇല്ലേ, അവരുടെ ആന്റിയാണ് സുമിയുടെ. ഓ വെരി ഗുഡ്. വളരെ സന്തോഷം ജോയിൻ ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് ത്യാഗ അല്ലെങ്കിൽ റിനൗൺസിയേഷൻ ആണോ, റിനൗൺസിയേഷൻ ഓഫ് വർക്ക്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തെ ത്യജിക്കുകയാണോ നല്ലത്, അതോ കർമ്മം വേറെ രീതിയിൽ ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളതാണ് അവിടെ ത്യാഗ എന്ന പോയിന്റ്, ടി പോയിന്റോട് നമ്മൾ ഉദ്ദേശിച്ചത്. റങ്സ് ഓഫ് യോഗ ലാഡർ എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റെപ്പ്, യോഗയുടെ ഓരോരോ സ്റ്റെപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ റങ്സ് ഓഫ് യോഗ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ എക്സംപ്ലറി കർമ്മയോഗീസ് അനില മാതാജി പറഞ്ഞതുപോലെ നിഷ്കാമ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭാഗവതിലെ നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ. എങ്ങനെ ഭഗവാനിൽ ഫലം അർപ്പിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു നിഷ്കാമ കർമ്മിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി? ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മറുപടി? ഞാൻ ഭഗവാന് വേണ്ടി സേവനം അനുഷ്ഠിക്കുകയാണ് എന്നുള്ളതായിരിക്കണം അദ്ദേഹത്തിന്റെ മറുപടി. ഒരു നിഷ്കാമ കർമ്മിയെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഭഗവാന് വേണ്ടി സേവനം അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. ആ സേവനം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? പൂർണ്ണമായ ശരണാഗതിയോടുകൂടി, കംപ്ലീറ്റ് ഡെഡിക്കേഷനോടുകൂടി, എത്രയും സിൻസിയറായിട്ട്, അത്ര കമ്മിറ്റ്മെന്റ് ആയിട്ട്, അത്ര സീരിയസ് ആയിട്ട് ചെയ്യാമോ ഇത്രയും രീതിയിൽ നമ്മൾ ചെയ്യാനുള്ള മനോഭാവമായിരിക്കും ആ ഒരു നിഷ്കാമ കർമ്മിക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം എന്ത് ചെയ്യുന്നു? ആ ഫലം നമ്മൾ ഭഗവാനിൽ അർപ്പിക്കുകയാണ് ഞാൻ എന്ന ആ വ്യക്തി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു നിഷ്കാമ കർമ്മിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അങ്ങനെ നിങ്ങൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, നിങ്ങൾ ഭഗവാനിൽ പൂർണ്ണ റിസൾട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലം മുഴുവൻ ഭഗവാനിൽ അർപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? അദ്ദേഹം നേടുന്നത്, പറയുന്നത്, അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ പ്യൂരിഫിക്കേഷൻ, നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുകയാണ് ആ ഒരു പ്രവൃത്തി കൊണ്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഹൃദയത്തെ പ്യൂരിഫൈ ചെയ്യുന്നതുകൊണ്ട്, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതുകൊണ്ട് ഭഗവാന് വസിക്കാനുള്ള സ്ഥലം, യോഗ്യമായ ഒരു സ്ഥലമായിട്ട് നമ്മുടെ ഹൃദയത്തിനെ മാറ്റാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കതിന് എക്സാമ്പിളായിട്ട് അർജുനനെയും ഹനുമാനെയും നമുക്കെടുക്കാം. അവരൊന്നും ആഗ്രഹിച്ചില്ല, ഭഗവാന് വേണ്ടി മാത്രം, ഭഗവാൻ പറഞ്ഞതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർ ചെയ്ത പ്രവൃത്തികളെല്ലാം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. പോയിന്റ് പറഞ്ഞവരെല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി, സ്പെഷ്യൽ താങ്ക്സ്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും എനിക്കറിയാം ചെറിയൊരു മടി ഉണ്ടാകും മുമ്പിലോട്ട് വന്നിട്ടൊന്ന് പറയാനായിട്ട്, അല്ലേ? സോ ആ ഒരു മടി ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ വന്ന് പറയാൻ തയ്യാറാവാത്തത്. ചിലർക്ക് എന്താ പറയുക, സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ പബ്ലിക് അപ്പിയറൻസിലേക്ക് ഒരു ചെറിയൊരു ഭയം, നമ്മൾ പറയുന്നത് തെറ്റിപ്പോകുമോ എന്നൊരു ഭയമാണ് നമുക്ക്. ഞാൻ പറയുന്നത് ശരിയായി പോകുമോ എന്നൊരു ഭയം നമുക്ക് ഉണ്ടാകാറില്ല. ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ എന്നൊരു ഭയം. ഞാനത് അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, ആധ്യാത്മികമായ കാര്യത്തിൽ ഒരു തെറ്റുമില്ല, ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല. അതിനകത്ത് എല്ലാം ശരിയേ ഉള്ളൂ. അപ്പോൾ നമുക്കപ്പം അങ്ങനെ ഒരു തെറ്റ് ഇൻ കേസ് നമ്മൾ പറയുന്നത് ശരിയല്ല, കുറച്ചുകൂടി ശരിയാകാനുണ്ട് എങ്കിൽ തന്നെ നമ്മളൊരു പാഠം പഠിക്കുകയാണ്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് ആരും ഓപ്പണായിട്ട് വന്ന് പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള മടിയും കാണിക്കേണ്ട. ഞാൻ അത് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും പറയുന്നു, ആദ്യമായിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണമെന്ന് പറയാൻ കാരണം, എനിക്ക് നിങ്ങളോടെല്ലാവരോടും ഒന്ന് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരോടും ഒന്ന് കൺവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് നമുക്കുണ്ടാവണ്ട. ആ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നല്ലൊരു രീതിയിൽ മനസ്സിലാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാം. മറ്റുള്ളവരൊക്കെ എനിക്കറിയാം, കുറേ ആൾക്കാർ വിട്ടിരിക്കുന്ന ഓൾറെഡി ഇതിലുള്ളവരെ എനിക്ക് പലരും അറിയാവുന്നവരാണ്. അപ്പം അവർക്കും ഇതുപോലെ ആദ്യം ഇനീഷ്യൽ ഡേയ്സിൽ അവർക്ക് ഇതുപോലെ ഓപ്പണായിട്ട് വന്ന് സംസാരിക്കാൻ ഒരു ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരത് ഗ്രാജുവലി അത് മാറി അവരുടെ ആ ഒരു സ്റ്റേജ് ഓവർകം ചെയ്തു. സോ അതുപോലെ പുതുതായിട്ട് വന്നവർക്കും അതുപോലെ ഓപ്പണായിട്ട് മുമ്പോട്ട് വന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം നമുക്ക് കാണിക്കണം. നിങ്ങൾ അതിനുള്ള സന്മനസ് കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സോ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം എവറിബഡി അഗെയിൻ. എല്ലാവരെയും ഒന്നുകൂടി നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്
നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4-ാമത്തെ അധ്യായമാണ്. 4-ാമത്തെ അധ്യായം നമ്മൾ ഇന്നലെ പഠിച്ച കർമ്മയോഗ എന്ന് പറയുന്ന അതില് എങ്ങനെ പ്രവൃത്തികൾ ചെയ്യണം, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഈ അങ്ങനെ പ്രവൃത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം, പ്രോപ്പർ ആയിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണം. ഇപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഇപ്പോൾ മാതാജി പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഭഗവത്ഗീത ആ 5 വിഷയങ്ങളെ കുറിച്ചിട്ട് ഒരു പക്ഷേ അറ്റ്ലീസ്റ്റ് ചില ആൾക്കാരെങ്കിലും പലരും കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ അല്ല, ഒന്നുകിൽ നമ്മുടെ ക്ലാസ്സിലുള്ളവരൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് നിങ്ങൾ ഒരു പക്ഷേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ഈ 5 വിഷയങ്ങളെ കുറിച്ചാണ് ഭഗവത്ഗീത ഡിസ്കസ് ചെയ്യുന്നത് എന്നും. അല്ലാത്ത കുറെ ആൾക്കാർക്ക് ഇതൊരു പുതിയ അറിവായിരുന്നായിരിക്കാം. ആ പുതിയ അറിവ് ലഭിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലായത് കർമ്മത്തിന്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്, ഭഗവത്ഗീതയുടെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലായതിനു ശേഷമാണ് നമുക്ക് ലഭിച്ചത്. സോ അതുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇതിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ജ്ഞാനം അല്ലെങ്കിൽ നോളജ്. ജ്ഞാനം എന്ന് പറയുമ്പോൾ ചുമ്മാതെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ചുമ്മാതുള്ള ഒരു അറിവല്ല, പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മളത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. സോ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് അത് ഇപ്പം ഒരു ആധികാരികമായ തലത്തിലാണ് എങ്കിൽ അതിന് ഒന്നുകൂടി മെച്ചമായിരിക്കും. സോ അതാണ് ആധികാരികമായ ഒരു തരത്തിൽ ഒരു പ്രോപ്പർ ആയിട്ട് നമ്മൾ ശാസ്ത്രങ്ങളെ പഠിക്കാൻ നമുക്കൊരു അവസരം ലഭിച്ചാൽ അതാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ അധ്യായത്തിന്റെ പേരാണ് അതീന്ദ്രിയ ജ്ഞാനം. ഭഗവത്ഗീത യഥാരൂപം ഹിസ് ഡിവൈൻ ഗ്രേസ് AC ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദർ വ്യാഖ്യാനം നൽകിയിരിക്കുന്ന ഈ ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ 4-ാമത്തെ അധ്യായത്തിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ അധ്യായത്തിന്റെ ഒരു സമ്മറി എന്തൊക്കെയാണ് ആ ഭാഗത്തിൽ എന്തൊക്കെയാണ് അതിൽ പഠിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത്. ഇതിൽ 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് ഒരു ആധ്യാത്മിക പരമ്പരയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഈ പരമ്പര, അല്ലെങ്കിൽ ആരിൽ നിന്ന് നമുക്ക് ഈ ജ്ഞാനം സ്വീകരിക്കാം? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്തിലുടനീളം നോക്കിയാൽ ഏതാണ്ട് 800 അതിൽ പരമോ ഭഗവത്ഗീതയുടെ വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ ഞാൻ ഇത്രയും ഭഗവത്ഗീത മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ ഇതിൽ ഏത് ഞാൻ വായിക്കണം, ഏതാണ് യഥാർത്ഥ ഒത്തന്റിസിറ്റി ഉള്ളത് അല്ലെങ്കിൽ ആധികാരികതയുള്ള ജ്ഞാനം നൽകുന്നത്, ഏത് ഭഗവത്ഗീതയാണ് അതുപോലും നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് വിജിലൻ്റ് ആയിട്ട് അത് തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ ആ ഭഗവാൻ അതിൽ 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ ആധികാരിക പരമ്പരയെക്കുറിച്ചുള്ള ജ്ഞാനം നൽകുന്നുണ്ട്. 5 മുതൽ 10 വരെയുള്ളത് ഭഗവാന്റെ അതീന്ദ്രിയ അവസ്ഥയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഭഗവാൻ നമ്മൾ കണ്ടു, ഭഗവാൻ എന്നുള്ളതിന് അർത്ഥമൊക്കെ നമ്മൾ ആദ്യമേ കണ്ടു. ഇപ്പോൾ തന്നെ നമ്മൾ ചൊല്ലിയപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നമ്മൾ പറയുകയുണ്ടായി. എന്താണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മൾ ശരി അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, അത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ബ്രഹ്മജ്യോതിസ് രൂപത്തിലുള്ളതാണ്. ബ്രഹ്മജ്യോതിസിന്റെ രൂപത്തിലുള്ള അതാണ് ഓം എന്ന് പറയുന്ന ഭഗവാന്റെ ആ ഒരു അസ്തിത്വമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. നമോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമിക്കുന്നു, നമ്മൾ പ്രണമിക്കുന്നു. ഭഗവതേ വാസുദേവായ, ഭഗവതേ വാസുദേവായ. നമ്മൾ 1-ാമത്തെ സെഷനിൽ നമ്മൾ ഭാഗ് എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. 6 ഐശ്വര്യങ്ങൾ സമ്പൂർണമായിട്ട് വരുന്നതിനെയാണ് ഭഗവതി, അത് ഭഗ എന്ന് പറയുന്നത്. ആ ഭഗവതി ഇപ്പം 2-ാമത്തെ കാറ്റഗറി, അതായത് ഓം എന്ന് പറയുന്നത് ഭഗവാനെ ബ്രഹ്മജ്യോതിസിൽ കാണുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ജ്ഞാനികളാണ്.
അഷ്ടാംഗ യോഗികളും യോഗാചാര്യന്മാരും ഭഗവാനെ കാണുന്നത് അവരുടെ ശരീരത്തിലിരിക്കുന്ന പരമാത്മാ രൂപത്തിലുള്ള ഐശ്വര്യ സമ്പൂർണതയായിട്ടുള്ള സാക്ഷാൽ ഭഗവത് സ്വരൂപത്തെയാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഭഗവത്തെ. ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, സോറി ഞാൻ പറയുന്നതിൽ രാഷ്ട്രീയം കലർത്തേണ്ട, നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഭാരതത്തിലെ ഗവൺമെന്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ, ഭാരതത്തിനെ റൂൾ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു സാമ്രാജ്യം പോലെയാണ്. അതായത് ഒരുപാട് അതിനകത്ത് ആൾക്കാർ, ബ്യൂറോക്രാറ്റ്സ്, അങ്ങനെ ഒരുപാട് പല ഡിപ്പാർട്ട്മെന്റ്സ്, അങ്ങനെ പല കാര്യങ്ങൾ എല്ലാം കൂടിച്ചേർന്ന, എല്ലാം കൂടെ നോക്കിയാൽ രൂപമുണ്ടെങ്കിൽ എന്നാൽ വിശാലമായിട്ട് കിടക്കുന്ന ഒരു അരൂപിയായിട്ടുള്ള ഒരു നിരാകാര രൂപമാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതിനകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ഇറ്റ് ലൈക്സ് ദേഴ്സ് എ ഫോംലെസ് ആണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിലൊരു ലീഡർ ഉണ്ട്. ഒരു രാജ്യത്തിനൊരു ലീഡറായിട്ട് ഒരാളുണ്ടാകും. യെസ്, പ്രൈം മിനിസ്റ്റർ. അതാണ് നമ്മുടെ പരമാത്മാ രൂപത്തിൽ എന്ന് പറയുന്നത്. എന്നാൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വ്യക്തിഗത രൂപമായി മാറുന്നു. അതാണ് ഓം നമോ പ്രണമിക്കുന്നു ഭഗവതെ വാസുദേവായ. ആരാണ് ആ പരമാത്മാവായിട്ടും ആ ബ്രഹ്മജ്യോതിസായിട്ടിരിക്കുന്ന വ്യക്തി? ആരാണ്? വാസുദേവായ. വസുദേവന്റെ പുത്രനായ വ്യക്തിയാണത് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. സോ അവിടെ വ്യക്തിഗത രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ആ ഭഗവാന്റെ ജന്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവതാരത്തെക്കുറിച്ചും ഭഗവാന്റെ കൃത്യങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ ചെയ്യുന്ന ലീലകളെ കുറിച്ചുമുള്ള വർണ്ണനകൾ എത്രമാത്രം മഹത്വപരമാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് 5 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് ഇതെല്ലാം ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നതും ഇതിനെല്ലാം നശിപ്പിക്കുന്നതും അല്ലെങ്കിൽ എല്ലാം നിർത്തുന്നതും അതിനെക്കുറിച്ചുള്ള വിശദങ്ങൾ നമുക്ക് 11 മുതൽ 15 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. എങ്ങനെ ഇതിനെ നിലനിർത്താൻ സാധിക്കുന്നു, എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ വിവരങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. 16 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ നമുക്ക് എങ്ങനെ ഈ ജ്ഞാനം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കും, പ്രവർത്തന രീതികളെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യജ്ഞത്തിന്റെ ഇമ്പോർട്ടൻസ്, യജ്ഞം ചെയ്തുകൊണ്ട് നമുക്ക് ജ്ഞാനം എങ്ങനെ നേടാൻ സാധിക്കും, ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട്, ഈ ജ്ഞാനമെല്ലാം നേടുന്നതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് നമുക്ക് 34 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഇപ്പൊ പറഞ്ഞ രീതിയിലുള്ള ഈ ഓരോ ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ശ്ലോകങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ ഞാൻ വീണ്ടും നമ്മൾ ഇന്നലത്തെ വിഷയത്തെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് പറഞ്ഞു തന്ന എല്ലാവർക്കും ഭക്തർക്കും നമ്മൾ ഒന്നുകൂടി ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. Yes, Prabhu. Hare Krishna. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ത്യാഗ. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഇപ്പൊ പറഞ്ഞു ജ്ഞാനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതീന്ദ്രിയ ജ്ഞാനം എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് തന്നെ നൽകിയിരിക്കുന്നത്, 4-ാമത്തെ അധ്യായത്തിന്റെ. സോ അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ജ്ഞാനം നേടാൻ സാധിക്കും? അതായത് കലിയുഗത്തിന് മുൻപ് വരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം ശ്രുതിയിൽ കൂടിയാണ് പകർന്നു നൽകിക്കൊണ്ടിരുന്നത്. കലിയുഗത്തിന്റെ ആരംഭത്തിൽ മാത്രമാണ് ശ്രീല വേദവ്യാസൻ അത് എല്ലാം ലിഖിത രൂപത്തിൽ അത് എഴുതി വെച്ചത്. അപ്പോൾ നമുക്ക് ആ ശ്രുതി രൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇന്നത്തെ നമ്മൾ പഠിക്കാൻ പോകുന്ന 4 ലെസൺസ് ഇയേഴ്സ്, EARS. എന്താണ് ഇയേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്നത്? നമ്മൾ ഓരോ ഭാഗത്തിലും നമ്മൾ മനസ്സിലാക്കും. ഒന്നാമത്തേതാണ് എറ്റേണൽ എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞു 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് എങ്കിലും പ്രധാനമായിട്ടും 1 മുതൽ 4 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ സനാതനമായ
അല്ലെങ്കിൽ ഈ പരമ്പര വഴി വരുന്ന ഈ ജ്ഞാനത്തിന്റെ വർണ്ണനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ദ ലീനിയേജ് ഓഫ് ട്രാൻസെൻഡന്റൽ നോളജ് അല്ലെങ്കിൽ പരമ്പര എന്ന് പറയും. 4-ാമത്തെ അധ്യായം തുടങ്ങുന്നത് അർജുനന്റെ കഴിഞ്ഞ അധ്യായത്തിലുണ്ടായ ഒരു സംശയമാണ്. എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയണം കൃഷ്ണ എന്ന സംശയം അർജുനന് തോന്നിയപ്പോൾ ഭഗവാൻ പറയുകയാണ്, ശ്രീ ഭഗവാൻ ഉവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുരിക്ഷ്വാകവേ ബ്രവീത്. അർജുന, ഞാൻ ഈ ജ്ഞാനം വിവസ്വതേ യോഗം, അതായത് വിവസ്വാൻ, സൂര്യദേവനായ വിവസ്വാന് ഞാനിത് ആദ്യം പറഞ്ഞു കൊടുത്തിരുന്നു. പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനുർ ഇക്ഷ്വാകവേ അബ്രവീത്. ഭഗവാൻ കൃഷ്ണൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഭഗവാൻ കൃഷ്ണൻ വിവസ്വാന് പറഞ്ഞു കൊടുത്തു. വിവസ്വാൻ അത് മനുവിന്, അതായത് ഫാദർ ഓഫ് മാൻകൈൻഡ്, മനുഷ്യൻ എന്ന വാക്ക് തന്നെ ഉണ്ടായത് മനു എന്ന വാക്കിൽ നിന്നാണ്, ആ പേരിൽ നിന്നാണ്. മനുവാണ് മനുഷ്യരുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. മനുവിന്റെ മകനാണ് ഇക്ഷ്വാകു. ഇക്ഷ്വാകു എന്ന് പറയുന്നത് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ വംശത്തിലുള്ളതാണ്. അങ്ങനെ ഭഗവാനെ ഇക്ഷ്വാകു വംശജൻ എന്ന് ഭഗവാനെ അറിയപ്പെടുന്നുണ്ട്, ശ്രീരാമചന്ദ്ര ഭഗവാനെ. സോ അങ്ങനെ അദ്ദേഹത്തിലേക്ക് ഇത് മനു പറഞ്ഞു കൊടുത്തു. ഭഗവാൻ കൃഷ്ണൻ ഇത് വിവസ്വാൻ, സൂര്യദേവനായ വിവസ്വാന് പറഞ്ഞു കൊടുത്തു. സൂര്യദേവൻ എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ പ്രിസൈഡിങ് ഡീറ്റീസ് ഉണ്ട്. ഓരോ പ്രിസൈഡിങ് ഡീറ്റീസ്. സൂര്യന്റെ പ്രിസൈഡിങ് ഡീറ്റിയാണ് വിവസ്വാൻ. ചന്ദ്രന് ഒരു പ്രിസൈഡിങ് ഡീറ്റി ഉണ്ട്, സോമ. ഭൂമിക്ക് ഒരു പ്രിസൈഡിങ് ഡീറ്റി ഉണ്ട്, ഭൂദേവി. സോ ഇങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പ്രിസൈഡിങ് ഡീറ്റി ഉണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളുടെ ശരീരത്തിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, പൗർണമി, അമാവാസ്യ ഈ 2 ദിവസങ്ങളിൽ ആണ് മിക്കവാറും ഈ മെൻ്റൽ ഡിസോർഡർ ഉള്ളവർക്കൊക്കെ അവരുടെ അസുഖങ്ങൾ കുറച്ച് അഗ്രിവേറ്റ് ആകും. ആ സമയത്താണ് എന്താ പറയുക, എന്താണ്, വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നു. സോ ഇതൊക്കെ കണക്റ്റഡ് ആണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെയാണ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ചന്ദ്രൻ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണും ചെറുക്കനും കൂടെ പോകുന്നതിന് പറയുന്ന പേരെന്താണ്? ഹണി മൂൺ എന്നാണ്, അല്ലേ? ഹണി സൺ എന്ന് പറയാറില്ല, ഹണി മൂൺ ആണ്. എന്തുകൊണ്ടാണ് ഹണി മൂൺ എന്ന് പറയുന്നത്? ബിക്കോസ് that thing comes from the mind. അത് മനസ്സുമായിട്ട് കണക്ട് ചെയ്തതാണ്. സോ മനസ്സിലാണ് സ്നേഹം ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ഹണി മൂൺ എന്ന് പോലും പറയപ്പെടുന്നത്. അപ്പോൾ അത് ചന്ദ്രനുമായിട്ട് കണക്ട് ചെയ്തതാണ്. അത് ചന്ദ്രനുമായിട്ട് കണക്ട് ചെയ്ത് അത് മനസ്സിനെമായിട്ട് കണക്ട് ചെയ്ത ഭാഗമാണ്. സോ അങ്ങനെ ഈ സൂര്യദേവനായ വിവസ്വാന് പറഞ്ഞു കൊടുത്തു. സൂര്യദേവൻ ആയ വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈസ് എ ഫാദർ ഓഫ് മാൻകൈൻഡ്. മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അടുത്ത ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ പറയുന്നു, ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേ നേഹ മഹദാ യോഗോ നഷ്ടാ പരം തപാ. അങ്ങനെ ഭഗവാൻ ഈ ജ്ഞാനം അങ്ങനെ അങ്ങനെ ശിഷ്യ പരമ്പരയിലൂടെ പകർന്നു കിട്ടിയ ഈ സർവോത്കൃഷ്ടമായ ശാസ്ത്രം രാജഋഷികൾ ശരിയായി മനസ്സിലാക്കിയിരുന്നു. കാലക്രമേണ ആ പാരമ്പര്യ ശൃംഖല മുറിഞ്ഞു പോവുകയും ഇത് നഷ്ടപ്രായമാവുകയും ചെയ്തു. സോ ഈ ലോസ്റ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ടൈം, അല്ലെങ്കിൽ കാലേനേഹ മഹത എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ടൈം, ആ സമയത്തിൽ ഇത് പറഞ്ഞിരുന്നത്. നമുക്ക് വേദശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ വേദങ്ങളെയൊക്കെ നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ? വേദങ്ങൾ എന്ത് പറയുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ മോഡേൺ സയൻസ്, അതായത് ഇന്നത്തെ ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഇതിലൊന്നും വിശ്വാസമില്ല. ഈ ശാസ്ത്രത്തിന്റെ ഒത്തന്റിസിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൽ ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്.
എങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് വേദങ്ങളുടെ ഒഥന്റിസിറ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇപ്പൊ ഇതിൽ കാണിക്കുന്ന ഈ ഒരു ഭ്രൂണം അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തില് സ്ത്രീ പുരുഷനും തമ്മിലുള്ള സംബന്ധത്തിന് ശേഷം ആ കുട്ടി ഗർഭപാത്രത്തിൽ എങ്ങനെ വളരുന്നു എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ശ്രീമദ് ഭാഗവത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഇങ്ങേയറ്റം ആ കുട്ടിക്ക് നഖം എപ്പോഴാണ് വളരുന്നത് എന്നുവരെ ശ്രീമദ് ഭാഗവത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെക്കപ്പെട്ടു ഭാഗവതം. പക്ഷെ അതിനു മുൻപേ ഉള്ളതാണ് നമ്മുടെ വേദശാസ്ത്ര ഗ്രന്ഥങ്ങൾ. അന്ന് എഴുതി വെച്ചത് ഇന്നത്തെ മോഡേൺ സയൻസ് തെളിയിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം യാഥാർത്ഥ്യമാണ്, വാസ്തവമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ നമ്മൾ പാലിച്ച് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വസ്തുതയാണ്, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ പശുവിൻ്റെ ചാണകം. ഈ ചാണകത്തെ നമ്മളൊരു മഹത്വപരമായ ഒരു വസ്തുവായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. ആ മഹത്വപരമായിട്ട് വസ്തുവായിട്ട് ചാണകത്തിനെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്. 1940 ഇന്നത്തെ മോഡേൺ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു ചാണകത്തിന് ഉള്ള ഒരു പൊട്ടൻസി, അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേക ശക്തിയാണ്, അത് ആന്റിസെപ്റ്റിക് ക്വാളിറ്റീസ് അതിനുണ്ട് എന്നുള്ള സത്യം. നമ്മൾ ഇന്നും ലോകത്തിലെ മറ്റെത്രയോ ജീവജാലങ്ങളുണ്ട്, അതിൻ്റെ ഒക്കെ മലത്തിനെ നമ്മൾ കണ്ടാമിനേഷൻ ആയിട്ടാണെന്ന് കരുതുന്നത്. യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കണം എന്നാണ് പറയുന്നത്. മറ്റേതെങ്കിലും വസ്തുവിൻ്റെ മലത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ചാണകത്തെ തൊട്ട് കഴിഞ്ഞാൽ കണ്ടാമിനേറ്റ് ആയിട്ടുള്ളതിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ചാണകം. ചാണകവെള്ളം തളിക്കണം എന്ന് പറയും. ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ പാലിച്ചു വന്നുകൊണ്ടിരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇന്ന് 1940 മാത്രമാണ് ഇന്നത്തെ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചു അതിൽ ആന്റിസെപ്റ്റിക് ക്വാളിറ്റീസ് ഉണ്ട് എന്ന്. അതുപോലെ നമ്മുടെ വേദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളെ, ഈവൻ ഭഗവത്ഗീതയിൽ ചരാചരം എന്ന് പറയും. എന്താണ് ചരാചരം എന്ന് പറഞ്ഞാൽ? ചലിക്കുന്നതും ചലിക്കാത്തതും, മൂവിങ് ആൻഡ് നോൺ മൂവിങ്. നോൺ മൂവിങ് ലിവിങ് എൻറ്റിറ്റീസ് എന്നാണ്, അതായത് ചലിക്കാത്ത ജീവിക്കുന്ന കാര്യങ്ങൾ എന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ജീവികൾ എന്നാണ് പറയുന്നത്. അത് വൃക്ഷങ്ങളും ചെടികളുമാണ്. നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണിത്. ഈ പറഞ്ഞ പ്ലാന്റിൽ അല്ലെങ്കിൽ ചെടികളിലും വൃക്ഷങ്ങളിലും ജീവനുണ്ട് എന്ന് ജഗദീഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന സയന്റിസ്റ്റാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചത്. അതൊക്കെ പൊക്കോട്ടെ, ഇന്നത്തെ ആൾക്കാര് പഴയ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പലതും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യോഗ, മെഡിറ്റേഷൻ, വാസ്തുശാസ്ത്ര, അസ്ട്രോണമി, അസ്ട്രോളജി, മെറ്റലർജി, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വേദശാസ്ത്രങ്ങൾ. ഇനി നിങ്ങൾക്ക് അതിശയം ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വസ്തുതയായിരിക്കെങ്കിലും ഒന്ന് പറയുകയാണ്. നാസയിൽ പോലും സംസ്കൃത പണ്ഡിതന്മാരെ അവർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സംസ്കൃത പണ്ഡിതന്മാരെ അവർ നാസയിൽ പോലും അപ്പോയിന്റ് ചെയ്തിട്ട് നമ്മുടെ വേദശാസ്ത്രങ്ങളിലുള്ള പലതരത്തിലുള്ള അസ്ട്രോണമിയെ കുറിച്ചുള്ള വിവരണങ്ങൾ അവർ അതിൽ നിന്ന് പഠിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ മോഡേൺ സയൻസ് നമ്മുടെ ട്രഡീഷനിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അവർ പഠിക്കാൻ ശ്രമിക്കുന്നു, അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ആ പരമ്പര, ഈ ശാസ്ത്രങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് 4 പരമ്പരകളിൽ കൂടിയാണ്. ഈ 4 പരമ്പരകളാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഒത്തന്റിക് ആയിട്ടുള്ള ശാസ്ത്രജ്ഞാനം നമുക്ക് നൽകാൻ പ്രാപ്തരായിട്ടുള്ളത്. മറ്റേത് തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റാരിൽ നിന്ന്, ഈ 4 പരമ്പരയിൽ കൂടി വരാത്ത ആരിൽ നിന്നും നമ്മൾ ജ്ഞാനം സ്വീകരിച്ചാൽ അത് യഥാർത്ഥമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അത് അവരുടെ തന്നെ ഒരു ഇന്റർപ്രിട്ടേഷൻ, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ചില വ്യാഖ്യാനങ്ങൾ, അതിൽ ദുർവ്യാഖ്യാനങ്ങൾ എന്ന് തന്നെ പറയാം, ദുർവ്യാഖ്യാനങ്ങൾ അതിലുണ്ടാവും.
അതിൽ പറഞ്ഞ 4 പരമ്പര എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയിൽ നിന്ന് വരുന്ന പരമ്പരയെ ശ്രീ പരമ്പര എന്നും, ബ്രഹ്മദേവനിൽ നിന്ന് വരുന്ന പരമ്പരയെ ബ്രഹ്മമാധ്വ പരമ്പര എന്നും, മഹാദേവനിൽ നിന്ന് വരുന്ന പരമ്പരയെ രുദ്ര പരമ്പര എന്നും, സനത് കുമാരന്മാരിൽ നിന്ന് വരുന്ന പരമ്പരയെ കുമാര പരമ്പര എന്നും അറിയപ്പെടുന്നു. ഇതിനെ ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ വേദശാസ്ത്രങ്ങളുടെ എല്ലാ ജ്ഞാനവും ഭഗവാൻ കൃഷ്ണൻ ഈ 4 പേർക്കാണ് ആദ്യം പറഞ്ഞു കൊടുത്തിരുന്നത്. ലക്ഷ്മി ദേവിക്കും, ബ്രഹ്മദേവനും, മഹാദേവനും, സനത് കുമാരന്മാർക്കും. ഇങ്ങനെ 4 പേർക്ക് ഈ ജ്ഞാനം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ 4 പേര് അവരുടെ ശിഷ്യന്മാരായ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തു. ലക്ഷ്മി ദേവിയിൽ നിന്ന് രാമാനുജാചാര്യനാണ് ഇന്നത്തെ ശ്രീ പരമ്പരയുടെ ഒരു ആചാര്യൻ എന്ന് കരുതപ്പെടുന്നത്. രാമാനുജാചാര്യനിൽ കൂടി അദ്ദേഹം ആ ശ്രീ പരമ്പര തുടർന്നു വരുന്നു. മധ്വാചാര്യനിൽ നിന്ന് ഈ ബ്രഹ്മമാധ്വ പരമ്പര വരുന്നു. വിഷ്ണു സ്വാമിയിൽ നിന്ന് രുദ്ര പരമ്പര തുടർന്നു വരുന്നു. നിംബാർക്ക സ്വാമിയിൽ നിന്ന് കുമാര പരമ്പരയും തുടർന്നു വരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ പറയുന്ന അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത് ശ്രീല AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൽ കൂടി വരുന്ന ഈ മധ്വാചാര്യനിൽ നിന്ന് വന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്ന മഹത് വ്യക്തിയും വന്ന് ആ പരമ്പരയിൽ കൂടി വരുന്ന പരമ്പരയിലൂടെയാണ് ഈ എളിയവനും വരുന്നത്. ഞാൻ ഐ എം സോ ഫോർച്യുനേറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യശാലിയായിട്ട് സ്വയം കരുതപ്പെടുന്നു. കാരണം ശ്രീല പ്രഭുപാദിന്റെ അല്ലെങ്കിൽ ഇസ്കോൺ സ്ഥാപിച്ച ആചാര്യന്റെ ഒരു ഗ്രാൻഡ് ഡിസൈപ്പിളാണ് ഞാൻ. അപ്പം നമ്മൾ ഈ ഒരു പരമ്പരയിൽ കൂടി വരുന്ന ജ്ഞാനമാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന the 4 sampradayas in which the Vedic wisdom has been carefully handed over through a chain of acharyas or spiritual teachers till date. ഇന്നുവരെ ആ ഒരു ആചാര്യ പരമ്പരയിൽ കൂടി നമുക്ക് ഈ ജ്ഞാനം ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഭഗവത്ഗീത യഥാരൂപം എന്ന ബുക്ക് ഇരിപ്പുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഭഗവത്ഗീത യഥാരൂപത്തിൻ്റെ അവതാരിക എന്ന് പറയുന്ന ഭാഗത്തിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്ക് കുറച്ച് പഴയ എഡിഷനാണ് എങ്കിലും അതിൽ ഞാൻ എൻ്റെ പേജ് നമ്പർ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആ പേജ് നമ്പറിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നതെന്ന് പറയാൻ നോക്കാൻ സാധിക്കും. എൻ്റെ ബുക്കിൽ പേജ് നമ്പർ 44 ആണ്. 44ാമത്തെ പേജിലാണ് അത് വരുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ ഭഗവത്ഗീത യഥാരൂപം ഉണ്ടെങ്കിൽ ആ പേജ് ഒന്ന് എടുക്കാമോ? 44ആണെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം പുതിയ എഡിഷൻ ഒരു പക്ഷേ പേജ് നമ്പർ വ്യത്യാസം ഉണ്ടാകും. ഹരേ കൃഷ്ണ, അതെ പ്രഭു, 44 ഹരേ കൃഷ്ണ. 44 തന്നെ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാമോ? നിങ്ങളുടെ കയ്യിൽ ഈ ഭഗവത്ഗീത യഥാരൂപം എന്ന ബുക്ക് കയ്യിലുണ്ടോ? ആരെങ്കിലും ഒരാളൊന്ന് കൺഫേം ചെയ്യാമോ? ഹരേ കൃഷ്ണ. ഉണ്ട്. സിനിമ, താങ്ക് യു സോ മച്ച്. ഓക്കെ, പേജ് നമ്പർ 44 എടുത്തോ. പേജ് നമ്പർ 44 എന്ന പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഗുരു ശിഷ്യ പരമ്പരയുടെ ഒരു ലിസ്റ്റ്. നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ നമ്മൾ 32ാമത്തെ വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നത് ശ്രീല AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ. അദ്ദേഹമാണ് നമ്മൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം നൽകിയ ആചാര്യൻ. അദ്ദേഹത്തിന് ഈ ജ്ഞാനം കിട്ടിയത് അദ്ദേഹത്തിന്റെ ഗുരുവായ ഭക്തി സിദ്ധാന്ത സരസ്വതിയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഗുരു ഗൗരകിഷോർ ദാസ് ബാബാജി, അദ്ദേഹത്തിന്റെ ഗുരു ഭക്തി വിനോദ് ഠാക്കൂർ, അതിന്റെ മുകളിൽ ബലദേവ് ജഗന്നാഥ്, അതിന് മുകളിൽ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ, അതിന് മുമ്പിൽ നരോത്തമ ദാസ് ഗോസ്വാമി, അതിന് മുമ്പിൽ കൃഷ്ണദാസ് ഗോസ്വാമി. ഇങ്ങനെ മുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്രീല വ്യാസദേവൻ വരെയും, ശ്രീല വ്യാസദേവന് ജ്ഞാനം കിട്ടിയത് നാരദനിൽ നിന്നാണ്. ആ നാരദന് സാക്ഷാൽ ബ്രഹ്മദേവനിൽ നിന്നും, അത് ബ്രഹ്മദേവന് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനിൽ നിന്നും ജ്ഞാനം കിട്ടി. ഈ ഒരു ലീനിയേജ് അല്ലെങ്കിൽ ഈ ഒരു പരമ്പര സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. സോ അതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പരമ്പരയിൽ കൂടി വരുന്ന ജ്ഞാനത്തിന് മാത്രമാണ് ഒരു യഥാർത്ഥ ജ്ഞാനം നമ്മളിലേക്ക് പകരാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതല്ല എങ്കിൽ അവരുടെ മെന്റൽ കോൺകോക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഇന്റർപ്രിട്ടേഷൻസ്, മനസ്സിന് തോന്നുന്ന പല കാര്യങ്ങളും അവർ സ്വയമായിട്ട് എഴുതി പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കെയർഫുൾ ആയിട്ടിരിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ഈ ഒരേ ഒരു ജീവിതം
നമ്മൾ വൃഥ ചെലവഴിച്ച് കളയേണ്ടതല്ല. അത് പ്രോപ്പറായിട്ട് വേണ്ട രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ നമ്മൾ എത്രയും വിലപ്രദമായ രീതിയിൽ, ഫലപ്രദമായ രീതിയിൽ അതിനെ സമയം കളയാതെ ബെസ്റ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു ജീവിതമായതുകൊണ്ട് നമ്മൾ ഈ ഒരു പരമ്പരയിൽ കൂടി വരുന്ന ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം. സോ ഇത് നമുക്ക് കിട്ടുന്ന ശിലപ്രഭുപാദരുടെ ശിലപ്രഭുപാദർ എഴുതിയ ഭഗവത്ഗീതയാണ്. ആ ഒരു ഗുരു പരമ്പരയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സോ പരമ്പരയിൽ കൂടി ശിലപ്രഭുപാദിന്റെ മധ്വാചാര്യനിൽ നിന്ന് വന്ന ഈ പരമ്പരയിൽ കൂടി വന്ന ശിലപ്രഭുപാദ് നമുക്ക് എഴുതി തന്നിരിക്കുന്ന ഈ ഭഗവത്ഗീതയാണ്. സോ അർജുനന് ഒരു ചെറിയ സംശയമുണ്ടായി. അർജുനന് മനസ്സിൽ തോന്നുന്നു, സോ കൃഷ്ണ, അങ്ങനെയെങ്കിൽ എനിക്ക് ഈ ജ്ഞാനം സ്വീകരിക്കാൻ എന്താണ് ക്വാളിഫിക്കേഷൻ? ശിലപ്രഭുപാദ് ഇപ്പൊ നമുക്കറിയാം, ഗുരു ആചാര്യ പരമ്പരയിൽ കൂടി വന്നു. അങ്ങ് പറഞ്ഞു, സൂര്യദേവന് പറഞ്ഞു കൊടുത്തു. സൂര്യദേവൻ വിവസ്വാൻ മനവേ മനഡിക്ഷ്വാകവേ അബ്രവീത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കിത് ലഭിക്കാൻ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് കൃഷ്ണ ഉള്ളത് എന്ന് അർജുനന് ഒരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഭഗവാൻ പറയുകയാണ്, സയേവായം മയാത്തേത്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസിമേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. നമ്മുടെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ശ്ലോകം കോട്ട് ചെയ്തത് നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഗീതാ രഹസ്യം എന്ന ഏറ്റവും രഹസ്യപരമായ ഈ ഒരു ജ്ഞാനമാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് നൽകുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഭക്തോസിമേ സഖാ ചേതി. ബിക്കോസ് അർജുന, യു ആർ നോട്ട് ഓൺലി മൈ ഡിവോട്ടി ബട്ട് ഓൾസോ യു ആർ മൈ സഖ, യു ആർ മൈ ഫ്രണ്ട്. സോ ഭഗവത്ഗീത യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ ഭക്തൻ മാത്രമല്ല ആകേണ്ടത്, നമ്മൾ ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഭഗവാനുമായിട്ട് ഒരു സ്നേഹബന്ധം പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ സ്നേഹബന്ധം എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയർ ലെവലിലുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് സപ്പോസ് ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ദിവസം വഴക്കുണ്ടാക്കി എന്ന് വിചാരിക്കുക. ഒരു വഴക്കുണ്ടാക്കി അവര് 1-2 ദിവസം വഴക്കായി എന്ന് വിചാരിക്കുക. 1-2 ദിവസം വഴക്കായി. അത് കുറച്ച് സ്ട്രോങ് വഴക്കാണെങ്കിൽ ഒരു 2-3 ദിവസത്തേക്ക് പോയി എന്ന് വിചാരിക്കുക. ഒരിക്കലും അങ്ങനെ പോകരുത്. എന്തെങ്കിലും വഴക്കുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പറഞ്ഞു തീർത്ത്, കിടക്കുന്നതിന് മുമ്പ് പറഞ്ഞു തീർത്ത് സോൾവ് ചെയ്തതിനു ശേഷമേ പോകാവൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു കല്യാണത്തിന് പോവുകയുണ്ടായി. ഒരു തമിഴ് കല്യാണമായിരുന്നു. ആ കല്യാണത്തിന് പോയപ്പോൾ ആ കല്യാണം നടത്തിയ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ ശണ്ട പോടുങ്കോ പറവില്ല, അതായത് യു ഫൈറ്റ് ഈച്ച് അതർ, നോ പ്രോബ്ലം, നിങ്ങൾ വഴക്കുണ്ടാക്കിക്കോ, കുഴപ്പമില്ല. സോ ഒരു കാര്യം ചെയ്യണം, ഭർത്താവ് പോയിട്ട് ഓഫീസിൽ പോയിട്ടോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയും പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് മല്ലിപ്പൂവും, അതായത് ഒരു മുല്ലപ്പൂ മാലയും എന്തെങ്കിലും മിഠായിയും ഒക്കെ കൊടുത്തിട്ട് ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യണം. സോ വഴക്ക് ഉണ്ടാകും, പക്ഷെ അത് സോൾവ് ചെയ്തിട്ട് വേണം, അന്നത്തെ ദിവസം തന്നെ സോൾവ് ചെയ്തിട്ട് വേണം കിടക്കാൻ. ജസ്റ്റ് പറഞ്ഞത് മാത്രം. സോ സപ്പോസ് ഒരു വഴക്ക് കുറച്ച് സ്ട്രോങ് അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള വഴക്കായിരുന്നുകൊണ്ട് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നീണ്ടു നിന്ന് വിചാരിക്കാം. ആ 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച നീങ്ങി നിൽക്കുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ വിചാരിക്കുക, ഐ വാണ്ട് പീസ് ഓഫ് മൈൻഡ്, എനിക്കൊരു ശാന്തി വേണം. ആ ശാന്തി വേണമെന്ന് പറയുമ്പോൾ പറയും, നീ അപ്പുറത്തെ റൂമിൽ പോയി കിടന്നോളൂ, ഞാൻ ഈ റൂമിൽ പോയി കിടന്നോളാം. അങ്ങനെ 2 റൂമിൽ കിടക്കുന്നു. സോ പീസ് ഓഫ് മൈൻഡ്, ഒരു സമാധാനമുണ്ട്, ഒരു വഴക്കില്ല, ഒരു പ്രയാസമില്ല, ഒരു വലിയ നെഗറ്റിവിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ശാന്തിയും സമാധാനവും ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നു. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ അവർ വിചാരിക്കുക, ഇത് ബോറാ അല്ലേ, ഒരു സുഖമില്ല, വഴക്കില്ല, ശാന്തിയും സമാധാനവുമാണ്, ശരിയാണ്, പക്ഷെ അതൊരു സുഖം പോരാ. അങ്ങനെ പറയുമ്പോൾ രണ്ടുപേരും ഒന്നിക്കുന്നു. അവർ രണ്ടുപേരും വീണ്ടും സ്നേഹത്തിലേക്കാകുന്നു. വഴക്ക് കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. ദെൻ പോസിറ്റിവിറ്റി ഇൻക്രീസസ്. ആ സമയത്താണ് പോസിറ്റിവിറ്റി ഏറ്റവും ഹൈയിലേക്ക് പോകുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഒരു വ്യക്തി ഭക്തിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുകയാണ് എങ്കിൽ ആദ്യം ഒരു നിരാകാര ഫോം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്ന തലത്തിൽ ഈവൻ ഭക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു മാർഗത്തിലും വരുന്നില്ല എങ്കിൽ കംപ്ലീറ്റ് നെഗറ്റിവിറ്റി ആയിരിക്കും അവിടെ നിന്നുണ്ടാകുന്നത്. ഇപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ശാന്തിയും സമാധാനവും വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ശാന്തിയും സമാധാനവും വേണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ശാന്തിയും സമാധാനത്തിൽ നിന്ന് അവിടെയും നമുക്ക് സംതൃപ്തരാവത്തില്ല. നമുക്ക് അവിടുന്ന് മുകളിലേക്ക് പോകണം. അതാണ് ഭഗവാനുള്ള സ്നേഹം. ഭക്തിയുത സേവനം എന്ന് പറയുന്നത് ആ ഒരു സ്നേഹത്തിലേക്കാണ് വരുന്നത്.
സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭക്തോസിമെ സഖാ ചേതി രഹസ്യം ഏതത് ഉത്തമം. ഇവിടെ പറയുന്നു യോഗ പ്രോക്ത പുരാതനഃ. ഭഗവാൻ കൃഷ്ണൻ അന്ന് അതായത് നമ്മുടെ വിവസ്വാനായ സൂര്യദേവനായ വിവസ്വാന് പറഞ്ഞു കൊടുത്ത അതേ ജ്ഞാനം, കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് വിവസ്വാന് പറഞ്ഞു കൊടുത്ത അതേ ജ്ഞാനം ഇന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നു എന്നാണ്. അതാണ് അതിന്റെ ഒത്തന്റിസിറ്റി എന്ന് പറയുന്നത്. സോ അത് നമ്മളിവിടെ ചില the demoniac however do not accept Lord Krishna as he is. Instead they concoct something about Krishna and mislead general readers from the path of Krishna's instructions. അതാണ് മറ്റു ഭഗവത്ഗീതകൾ വായിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്ന് പറയാൻ കാരണം. യഥാർത്ഥമായ പരമ്പരയിൽ കൂടി വരുന്ന ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഈ ഒരു ഇതിനെക്കുറിച്ച് പറയണം. സോ അർജുനൻ അടുത്ത ചോദ്യം ചോദിക്കുന്നത്, കൃഷ്ണ ഇത് എങ്ങനെ നേടാൻ സാധിക്കും, എന്താണ് ഞാൻ അറിയേണ്ട കാര്യങ്ങൾ? സോ ഭഗവാൻ കൃഷ്ണൻ പറയുകയാണ്, ശ്രീ ഭഗവാൻ ഉവാച്ച, അതായത് അർജുനൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം അവിടെ ഉണ്ട്. അതിനു മുമ്പ് അത് 4-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു അർജുനന്റെ ചോദ്യം നമുക്ക് കാണാം. അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഇതിലേക്ക് പോകണം. അർജുന ഉവാച്ച അപരം ഭവതോ ജന്മപരം ജന്മ വിവസ്വതഃ കഥമേതദ് വിജാനീയാം ത്വമാദോ പ്രോക്തവാനിധി. അർജുനൻ പറഞ്ഞു, വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുൻപ് ജനിച്ചവനെന്നിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അർജുനൻ ചോദിക്കുന്നത്. സൂര്യദേവൻ എന്നോ ഉള്ളതാണ്, ഭഗവാൻ കൃഷ്ണൻ ഇപ്പോഴല്ലേ ജനിച്ചത്? ഭഗവാൻ പറയാണ്, ബഹൂനീമേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താനി അഹം വേദ സർവാനി നത്വം വേത്ത പരന്തപ. അല്ലയോ അർജുന, നീ ഇപ്പോൾ കാണുന്ന ഞാനല്ല, അല്ലെങ്കിൽ ശത്രുക്കളെ കീഴടക്കിയ എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്ക് അതിന് സാധ്യമല്ല. ഞാൻ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് അർജുന, എനിക്കതെല്ലാം ഓർക്കാൻ സാധിക്കും, പക്ഷെ നിനക്കത് ഓർക്കാൻ സാധിക്കുന്നില്ല. കാരണം നീ ഒരു സാധാരണ ജീവാത്മാവാണ്, ഞാൻ സാക്ഷാൽ ഭഗവാൻ പൂരം പുരുഷോത്തമനാണ്. സോ അതുകൊണ്ടാണ് അർജുനൻ ഇങ്ങനൊരു സംശയം ഉണ്ടായത്. സോ ഭഗവാൻ തുടർന്ന് പറയാണ്, അജോപി സന്നവ്യാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായ. എനിക്ക് പിറവിയില്ല, എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുന്നുമില്ല, ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ എന്നിരിക്കലും യുഗം തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. അർജുനൻ കേട്ടപ്പം സംശയമായി. ഭഗവാൻ അതെങ്ങനെയാണ്? ഭഗവാൻ ജനിക്കുന്നുണ്ടെന്നല്ലോ, ഭഗവാൻ ജനിച്ചല്ലോ, അപ്പൊ അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ അവതാരം എടുക്കുന്നത്? അപ്പോഴാണ് ഭഗവാൻ പറയുന്നത്, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. സോ ഭഗവാന്, ഞാൻ ഇതിലേക്കൊന്നും കടക്കുന്നില്ല. സോ നമുക്ക് ടൈം കുറച്ച് നമുക്ക് സ്പീഡിൽ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് നമുക്ക് പോയേ പറ്റുള്ളൂ. സോ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത, എപ്പോഴൊക്കെയാണോ അധർമ്മം മേൽക്കോയ്മ എടുക്കുന്നത്, ധർമ്മത്തിനെ കുറച്ച് ഗ്ലാനി അല്ലെങ്കിൽ ച്യുതി സംഭവിക്കുന്നത്. സോ ആ ച്യുതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുക 2 തരത്തിലുള്ള ച്യുതി നമുക്ക് സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. ഒന്ന് ഗ്രോസ് ആയിട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയാ, അനീതി അല്ലെങ്കിൽ ഡെമോണിയാക് അല്ലെങ്കിൽ രാക്ഷസീയ ആസുരിക സ്വഭാവങ്ങൾ വളരുകയും ദൈവിക സ്വഭാവം താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ അസുരന്മാർ തലപൊക്കുന്നു, ഒരുപാട് ഡെക്കോയിറ്റ്സ്, ഒരുപാട് മോഷണങ്ങൾ, ഒരുപാട് അങ്ങനെയുള്ള പല കാര്യങ്ങൾ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ധർമ്മത്തിന് ഗ്ലാനി അല്ലെങ്കിൽ ച്യുതി സംഭവിക്കുന്നു. അതല്ല എങ്കിൽ തന്നെ ഭക്തന്മാർ അല്ലെങ്കിൽ മനുഷ്യരിൽ തന്നെ നോക്കുകയാണെങ്കിൽ മനുഷ്യരെ തൻ്റെ ധർമ്മത്തെ പാലിക്കാതെ വരുന്നൊരവസ്ഥ. പല ആൾക്കാർ പറയും ഞാൻ ധാർമ്മികാണ് എന്ന ഒരു രീതിയിൽ അവർ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ അവർ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു അവസ്ഥ. സോ ഇങ്ങനെ 2 തരത്തിൽ നമുക്ക് ഈ ധർമ്മത്തിന്റെ ഗ്ലാനിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ പറയുകയാണ്, അർജുനൻ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഭഗവാനെ എന്താണ് ഇത് അങ്ങയുടെ ജന്മത്തിന്റെ ഉദ്ദേശം, അങ്ങ് എന്തിനാണ് ഈ അവതാരം എടുക്കുന്നത്? പറയുന്നു, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, കംസനെ വധിക്കുന്നു ഭഗവാൻ. ഇത് മാത്രമല്ല, ഭഗവാൻ കംസനെ കൊല്ലുക ഉദ്ദേശം മാത്രമായിരുന്നു, അല്ലെങ്കിൽ അസുരന്മാരെ കൊല്ലുക മാത്രമാണോ? അല്ല, പരിത്രാണായ സാധൂനാം. സോ ഐ കെയിം ഹിയർ ടു എക്സ്ചേഞ്ച് ലവ് വിത്ത് മൈ ഡിവോട്ടീസ്. ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
സോ ഇതായിരുന്നു എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അവതാരത്തിന്റെ ഉദ്ദേശം എന്ന് ഭഗവാൻ പറയുകയാണ്. സോ ഭഗവാന്റെ ഈ ജന്മത്തിനെ കുറിച്ച് പറയണമെങ്കിൽ ഭഗവാൻ പറയുന്നുണ്ട്, കൃഷ്ണ അപ്പൊ അർജുനൻ സംശയം, കൃഷ്ണ അങ്ങും ജന്മം എടുത്തുവല്ലോ, അങ്ങ് ജന്മം എടുക്കുക എന്ന് പറയുന്നത് സാധാരണമാണ്. അപ്പൊ അങ്ങയുടെ പ്രവൃത്തികളെ കുറിച്ച് എനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? അതുകൊണ്ടുള്ള അതിനുള്ള പ്രയോജനം എന്താണ്, മഹത്വം എന്താണ്? ഭഗവാൻ പറയുന്നു, ജന്മകർമ്മചമേ ദിവ്യം ഏവം യോവേത്തി തത്വതഃ ത്യക്വാദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. അർജുന, എൻ്റെ ജന്മം നിന്റെ ജന്മം പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജന്മം പോലെയോ ഉള്ള സാധാരണ ജന്മമല്ല. എൻ്റെ ജന്മവും കർമ്മവും ദിവ്യമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ എങ്കിലും ഞാൻ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? യദ്യത് ആചരതി ശ്രേഷ്ഠ, അതായത് മുതിർന്നവ ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർ പഠിക്കുന്നു. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യം എന്ന നിലയിൽ ഞാൻ എൻ്റെ കർമ്മം അനുഷ്ഠിക്കുന്നു. സോ ആ കർമ്മം ഭഗവാൻ അനുഷ്ഠിക്കുന്നു, അതെല്ലാം ദിവ്യമാണ്, അതീന്ദ്രിയമായ കാര്യങ്ങളാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അർജുനൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ കൃഷ്ണ, ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം, അല്ലെങ്കിൽ ഇത് അറിയുന്നവർക്ക് എന്ത് പ്രയോജനം? മറ്റുള്ളവരുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ ഹീറോ ആയിട്ടുള്ള മറ്റുള്ളവരുടെ കാര്യങ്ങളോ അവർ ചെയ്ത കാര്യങ്ങളോ, ഇപ്പം IPL നടക്കുന്നു, ക്രിക്കറ്റിൽ സെഞ്ചുറി അടിച്ചെന്നോ അല്ലെങ്കിൽ ഹാഫ് സെഞ്ചുറി അടിച്ചെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീം ജയിച്ചെന്നോ അറിഞ്ഞ് നമുക്കൊന്നും നേടാനില്ല. There's no material benefit, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഗുണവും നമുക്കില്ല, നമ്മളെ സമയം വ്യർത്ഥമാക്കുന്നതല്ലാതെ. എന്നാൽ ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയുമ്പോൾ ത്യക്വാദേഹം പുനർജന്മ നൈതി മാം ഏതി സോ അർജുന, നീ ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ നിനക്ക് തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വരില്ല എൻ്റെ വിവരണങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ എന്നാണ് ഭഗവാനോട് പറയുന്നത്. അങ്ങനെ ഭഗവാനെ കുറിച്ച് അറിഞ്ഞ ഒരുവൻ ഭഗവാനെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഭഗവാനോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. ഭഗവാനെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയും ഭഗവാനോട് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നുകയും ഭഗവാനോട് നമുക്ക് സ്നേഹം അല്ലെങ്കിൽ പ്രേമം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അതാണ് ഭഗവാൻ പറയുന്നത്, വീതരാഗഭയക്രോധ മന്മയാ മാം ഉപാശ്രിതഃ ബഹവോ ജ്ഞാന തപസാ ഭൂത മദ്ഭാവം ആഗതഃ. സോ അതെന്താണ് അതിൽ പറയുന്നത്? രാഗം, ഭയം, ക്രോധം എന്നിവയിൽ നിന്ന് മോചിതരായി എന്നിൽ തന്നെ മുഴുകി ശരണം പോകിയ അനേകം പേർ എന്നെ പറ്റിയുള്ള ജ്ഞാനത്താൽ ശുദ്ധീകൃതരായി എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട്. അപ്പൊ ഭഗവാന്റെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്വാളിറ്റി നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ്? വീതരാഗഭയക്രോധ. ഈ 3 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടേണ്ടതായിട്ടുണ്ട്. രാഗ എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ്, ഭയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഭയമുണ്ട്, എന്താകും മരണത്തിന് ശേഷം, എന്താണ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഫിയർ ഓഫ് സ്പിരിച്വൽ ഐഡന്റിറ്റിയാണ്. ക്രോധം, ദേഷ്യം, അത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു ക്രോധത്തിനെ കുറിച്ചുള്ള വിവരണങ്ങൾ. സോ വീതരാഗഭയക്രോധ മന്മയാ മാം ഉപാശ്രിത, ഈ 3 നമ്മൾ കളയേണ്ടതായിട്ടുണ്ട്. ഈ 3 കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കളഞ്ഞ ഒരു വ്യക്തിക്ക് ഭഗവാനെ പൂർണ്ണമായും സ്നേഹിക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കിയ ഒരുവന് പിന്നീട് ഈ ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ട് വരുന്നില്ലെന്ന് മാത്രമല്ല, ഭഗവാനോട് സ്നേഹം ഉണ്ടാകും. ഭഗവാനോട് എന്നിൽ ദിവ്യ പ്രേമബദ്ധരായിട്ടുണ്ട് എന്നാണ് ഭഗവാനോട് പറയുന്നത്. നമുക്ക് 2ാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. 2ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആക്യുറേറ്റ് അണ്ടർസ്റ്റാൻഡിങ്. എന്തിനെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുമ്പോൾ എന്തിനെ കുറിച്ചുള്ള ആക്യുറേറ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്? ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളാണോ? ഇല്ല. പല ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നുണ്ട്. പലപ്പോഴും പറയുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ വഴികളും ഒരേ സ്ഥലത്തേക്കാണ് എത്തുന്നത്. ആധ്യാത്മികപരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വലിയൊരു എന്താ പറയുക, ഒരു വെല്ലുവിളി തന്നെയാണ് നമുക്ക് പറയാം. ഏത് മതത്തിൽ കൂടി അല്ലെങ്കിൽ ഏത് മാർഗത്തിൽ കൂടി നമ്മൾ സഞ്ചരിച്ചാലും ഒരേ കുളത്തിലേക്കുള്ള പല ചവിട്ടുപടികൾ അല്ലെങ്കിൽ പല വഴികളാണ് ഈ പല ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊരു സംസാരം പല വഴിക്ക് കേൾക്കുന്നുണ്ട്.
ഒരിക്കലും അത് സാധ്യമല്ല. സോ അതിനെക്കുറിച്ചുള്ള പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്കുണ്ടാകുന്നത്. ഡു ഓൾ പാത്സ് നോട്ട് ലീഡ് ദ സെയിം ഗോൾ? എല്ലാ വഴികളും ഒരേ ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ എത്തിക്കുന്നത്? വൈ ഈസ് ദെയർ വർഷിപ്പ് ഓഫ് മെനി ഗോഡ്സ്? എന്തിനാണ് മറ്റു പല ദേവീദേവതമാരെ വർഷിപ്പ് ചെയ്യേണ്ടത്? അടുത്ത ഏറ്റവും വലിയ വിഷയം, പ്രത്യേകിച്ച് നമ്മുടെ സനാതനധർമ്മം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ 4 വർണ്ണങ്ങളോടുള്ള രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ. അത് യഥാർത്ഥത്തിൽ എന്താണത്? ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ക്ലിയർ. എന്തൊക്കെയാണ് ഈ 3 ചോദ്യങ്ങൾ? എന്താണ് 3 ചോദ്യങ്ങൾ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എന്താണ് മനസ്സിലാക്കിയെന്ന് പറയാമോ? എന്താണ് ഈ 3 ചോദ്യങ്ങൾ? ഹരേ കൃഷ്ണ. ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ 3 ചോദ്യങ്ങൾ? നമ്മൾ യഥാർത്ഥമായി പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട 3 ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ചാൻസ് ടു ദ ന്യൂ കമേഴ്സ്. ഹരേ കൃഷ്ണ. നോട്ട് രാധിക മാതാജി, സോറി, വെയിറ്റ് ചെയ്യുക. ലെറ്റ് മീ ചെക്ക്. ഇനി പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ട് എന്ന് നോക്കാം. ആരാണ്? പ്രഭു ഹരേ കൃഷ്ണ. യെസ്, ശ്രീജ മാതാജി പറഞ്ഞാട്ടെ. എല്ലാ വഴികളും ഒരേ ലക്ഷ്യത്തിലേക്കാണോ എത്തുന്നത്? വെരി ഗുഡ്. പിന്നെ ദേവീദേവന്മാരെ ആരാധിക്കേണ്ടതുണ്ടോ? എല്ലാ ദേവീദേവന്മാരെ ആരാധിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, നമ്മുടെ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, വർണ്ണാശ്രമ വ്യവസ്ഥ. കറക്റ്റ്. അതിൽ നടക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ, പഴയ കാലങ്ങളിലൊക്കെ ചില എക്സ്പ്ലോയിറ്റേഷൻ അതുകൊണ്ട് നടന്നിരുന്നു. അപ്പൊ അതിന്റെ യഥാർത്ഥമായ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ത്? സോ ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. നമ്മളിപ്പോ മുമ്പ് പറഞ്ഞു അതിനെ ഏത് രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഭഗവാനെ അപ്രോച്ച് ചെയ്യാം. സോ ഭഗവാൻ അടുത്ത ഭാഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ശ്ലോകത്തിൽ പറയാനുള്ളത് എന്ന്. അടുത്ത ശ്ലോകം എന്ന് പറയുന്നതാണ് യേ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം മമ വത്മാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഃ. എന്നിൽ ശരണം പ്രാപിക്കുന്നതനുസരിച്ച് ഏവർക്കും ഞാൻ തക്കതായ പ്രതിഫലം നൽകുന്നു. അല്ലയോ കുന്തിപുത്ര, എല്ലാവരും എല്ലാ വിധത്തിലും എൻ്റെ മാർഗത്തെ പിന്തുടരുന്നു. സോ ഇതാണ് ഭഗവാന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇപ്പം പറയുന്നത് വെച്ചാൽ Krishna's dedicated devotees consider his birth and activities to be divine and eternal. But others who approach him with different goals do not consider so. ഇതെന്തിനാണ് ഇപ്പൊ ഈ പോയിന്റ് ഞാൻ കൊണ്ടുവന്നത് ചോദിച്ചാൽ, നമ്മൾ ഇരിക്കുന്നതിൽ പലർക്കും ഉള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഭഗവാൻ അല്ലെങ്കിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ ഒരു അവതാരം മാത്രമല്ലേ, മറ്റ് ദേവീദേവന്മാരെ പോലെ തന്നെ ഉള്ള ഒരു ദൈവമല്ലേ കൃഷ്ണൻ എന്ന ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ 1ാമത്തെ സെഷനിൽ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, നമ്മൾ അറ്റ്ലീസ്റ്റ് തിയററ്റിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഭഗവാൻ കൃഷ്ണൻ സുപ്രീം ആണ്. അതിനുള്ള കാരണങ്ങളും നമ്മളന്ന് വിശദമാക്കി പറയുകയുണ്ടായി. സോ ഈ ഒരു ചിന്താഗതി ഉള്ളവരെ കൊണ്ടാണ് ഭഗവാൻ ഈ ഒരു കാര്യം പറയുന്നത്. എന്തിനാണ് ഭഗവാൻ കൃഷ്ണനെ പൂജിക്കുന്നത്? ഭഗവാൻ കൃഷ്ണനെ പൂജിക്കേണ്ട രീതി ഏതാണ്? അതിനാണ് പാത്ത് ഓഫ് ഭക്തി എന്ന് നമ്മൾ ഇവിടെ പറയുന്നത്. വൺ ഈസ് അവാർഡഡ് വിത്ത് വാട്ട് എവർ ഹി വാണ്ട്സ്. വൈ ഡു പീപ്പിൾ വർഷിപ്പ് അതേഴ്സ് ഫോർ വിത്ത് മെറ്റീരിയൽ ഡിസയേഴ്സ്? ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാനിൽ നിന്ന് നമുക്ക് നേടാൻ സാധിക്കും, സാക്ഷാൽ ഭഗവാൻ പരംപുരുഷോത്തമനിൽ നിന്ന്. സോ അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ഭൗതികപരമായ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകുന്നത്? സോ ഭഗവാൻ കൃഷ്ണൻ 12ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, കാക്ഷന്ത കർമ്മണാം സിദ്ധിം യജന്ത ഇഹ ദേവതാഹ ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. ഈ ലോകത്തിൽ ജനങ്ങൾ കാമ്യകർമ്മങ്ങളിൽ വിജയം വരിക്കാൻ ആഗ്രഹിക്കുന്നത് മൂലം ദേവന്മാരെ ആരാധിക്കുന്നു. ഇവിടെ കർമ്മങ്ങൾക്ക് വേഗത്തിൽ ഫലം സിദ്ധിക്കാറുണ്ടല്ലോ. സോ നമുക്ക് എല്ലാവർക്കും വേണ്ടത് മെറ്റീരിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. സോ അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് ദേവീദേവതമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഭാവാർത്ഥത്തിൽ ചില പ്രഭു വളരെ മനോഹരമായിട്ട് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ ദേവീദേവന്മാരുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ
നമുക്ക് കിട്ടുന്ന ആ ബെനിഫിറ്റ്സ് എല്ലാം തുച്ഛമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം സന്തോഷിക്കാൻ സാധിക്കുന്ന അനുഭവങ്ങൾ, ഫലങ്ങൾ മാത്രമേ നമുക്ക് അവരിൽ നിന്ന് ലഭിക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ദേവീദേവന്മാരെല്ലാവരും ഭഗവാന് തുല്യമല്ല, ഭഗവാന്റെ ആജ്ഞാനുസൃതമായി പ്രവർത്തിക്കുന്നവരാണ് എന്നൊരു തത്വം ശില പ്രഭുപാദ് ആ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. സോ ഇവിടെ ഭഗവാൻ ഓക്കെ. പിന്നെ നമുക്ക് now Krishna will further explain how he is non-doer and result the thoroughly understanding this. സോ ഇത് ഭഗവാൻ യഥാർത്ഥത്തിൽ പ്രവൃത്തി ചെയ്യേണ്ടവനല്ല. നമ്മൾ അത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് ഒന്നുകൂടി ഭഗവാനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നമാം കർമാണി ലിംബന്തി നമേ കർമ്മ ഫലേ സ്പൃഹ ഇതി മാംയോ അഭിയാനി ജനാതി കർമ്മഭിർ നസബധ്യതേ. എന്താണ് പറയുന്നത്? കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുകയില്ല, എനിക്ക് ഫലേച്ഛയുമില്ല. എന്നെക്കുറിച്ചുള്ള ഈ സത്യം മനസ്സിലാക്കിയവർ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. സോ ഈ വിവരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്ന തലത്തിലുള്ളതാണ്. നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയ കാര്യങ്ങളെ അല്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മിസ്കൺസെപ്ഷനിൽ കൂടിയാണ് ജീവിച്ചു വന്നത്. പണ്ട് പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയും നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുള്ളത്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇങ്ങനൊന്നും അല്ലല്ലോ നമ്മൾ കേട്ടിരുന്നത്. യെസ്, കാരണം നമ്മൾ ഇതുവരെ യഥാർത്ഥമായ ഭഗവത്ഗീത വായിച്ചിട്ടേ ഉണ്ടാവില്ല. അതൊന്ന്, അഥവാ വായിച്ചിട്ടുണ്ടെങ്കിലും ഭഗവത്ഗീത യഥാരൂപം എന്ന് പറയുന്ന ഈ ഗുരു പരമ്പരയിൽ കൂടി വന്ന ഒരു തത്വം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടാകും. ഈ ഒരു കോഴ്സ് 18 ദിവസത്തെ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് അതിന് ചെറിയൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാവുകയും തുടർന്ന് നമ്മുടെ കോഴ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ നമുക്കതിനെ കൂടുതലായിട്ട് ഡീപ്പായിട്ട് നമുക്കതിനെ മനസ്സിലാക്കുകയും ചെയ്യും. ഇപ്പം ഇന്ന് നമ്മളിപ്പോൾ ഈ വായിച്ച ഇന്ന് 1-2 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മറ്റു പല ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകളാണ് ഇതിൽ വരുന്നത്. സോ ഭഗവാന് യഥാർത്ഥത്തിൽ യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു ജർമ്മൻ വ്യക്തി ഭാരതത്തിലെ പല ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച അത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ റിയലൈസേഷൻ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ മാത്രമാണ് ഒരു ഓടക്കുഴലുമായിട്ട് ജീവിതത്തിൽ അദ്ദേഹം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ ദേവീദേവന്മാർക്കും കയ്യിലൊരു ആയുധമുണ്ട്, അവർക്കൊരു പർപ്പസ് ഉണ്ട്, അവര് ആരെയോ സേവിക്കുകയാണ് എന്നുള്ള ഒരു തത്വം, നമ്മൾ വലിയൊരു തത്വം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ഭഗവാൻ ഇവിടെ സ്ഥിരീകരിക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് ടു ഡു എനി ജോബ്. എനിക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഓടക്കുഴലും വായിച്ച് കളിച്ച് രസിച്ച് നടന്നാൽ മതി എൻ്റെ കൂട്ടുകാരോട്. എനിക്ക് കർമ്മഫലത്തിന്റെ ഇഫക്റ്റും എനിക്ക് ഉണ്ടാവില്ല, എനിക്ക് അതിനോടൊട്ട് ആഗ്രഹവുമില്ല. അതാണ് ഭഗവാനോട് പറയുന്നത്. സോ അങ്ങനെ എന്നെ കർമ്മഫലങ്ങളാൽ എനിക്ക് ബന്ധിക്കപ്പെടാനും സാധിക്കുകയില്ല എന്ന് പറയുന്നു. ഹാവിംഗ് സെഡ് ദാറ്റ് one has to work according to the examples of previous bona fide devotees. Krishna will now explain why one's action should not be independent. നമ്മുടെ പൂർവിക ആചാര്യന്മാരുടെ പാത പിന്തുടർന്നുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. നമുക്കൊരിക്കലും സ്വതന്ത്രമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. സ്വതന്ത്രമാണ് എന്ന് നമുക്ക് തോന്നുകയാണ്, പക്ഷെ നമുക്ക് ആ സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അതാണ് നമ്മൾ കമ്മിങ് ടു ദ ആർ എന്ന് പറഞ്ഞാൽ റിമൂവിങ് റിയാക്ഷൻസ്. 16 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ റിയാക്ഷൻസിനെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചതിൻ്റെ ഒരു തുടർച്ച എന്നുകൂടെ നമുക്ക് പറയാം. 15-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? 15 16-ാമത്തെ ശ്ലോകത്തിൽ കിം കർമ്മ, നമുക്ക് വിൽ ഗോ ടു ദ 17-ാമത്തെ ശ്ലോകത്തിൽ കർമ്മണോ ഹ്യപി ബോധവ്യം ച വികർമ്മണഃ
അകർമ്മണശ്ച ബോധവ്യം ഗഹനാ കർമ്മണോനഗതി. ഇതാണ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട നമ്മുടെ കാര്യങ്ങൾ. കർമ്മം എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. 3 തരത്തിൽ എന്ന് പറയുമ്പോൾ കർമ്മണോ ഹ്യപി ബന്ധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോഗതി. കർമ്മത്തിന്റെ സങ്കീർണതകൾ ദുർഗ്രാഹ്യമാണ്. അതുകൊണ്ട് കർമ്മം, വികർമ്മം, അകർമ്മം എന്നിവയെക്കുറിച്ച് എല്ലാം ഒരാൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. വൺ ഹൂ സീസ് inaction in action and action in inaction is intelligent among men. ഓരോ പ്രവൃത്തികളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ബന്ധനസ്ഥരാകാത്ത രീതിയിൽ പ്രവർത്തിക്കാനുള്ള ബുദ്ധിപരമായ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ പറയുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു ക്യാഷ്യർ, അദ്ദേഹം ധാരാളം പൈസ കയ്യിൽ വരികയും അദ്ദേഹം ധാരാളം പൈസ ചെലവാക്കുകയും ചെയ്യുമായിരുന്നു. സോ ഈവൻ ഐ ക്യാൻ ഈ ഒരു എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ തന്നെ എക്സാമ്പിളുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഐ വാസ് ഇൻ എ ട്രഷറി ഇൻ ദുബായ്. ദുബായിൽ ഞാനൊരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ ഒരു ട്രഷറി ഡിപ്പാർട്ട്മെന്റിലാണ് ഞാൻ വർക്ക് ചെയ്തത്. മില്യൺസ് ഓഫ് ദിർഹംസ് ആണ് ദുബായിൽ ഉള്ള അല്ലെങ്കിൽ ഉള്ളവരോ പോയിട്ടുള്ളവർക്ക് അറിയാം. കമ്പനിയുടെ പേര് ദുബായ് പ്രോപ്പർട്ടീസ്, ദുബായ് ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടെ ട്രഷറി ഡിപ്പാർട്ട്മെന്റിൽ അത് വർക്ക് ചെയ്തത്. ആ കമ്പനിയിൽ മില്യൺസ് ഓഫ് ദിർഹംസ് ആണ് ഞങ്ങൾ ദിവസവും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെക്കുകളായിട്ടാണെങ്കിലും ഓൺലൈൻ ട്രാൻസ്ഫേഴ്സ് ആയിട്ടാണെങ്കിലും വരുന്ന വരവുകളാണെങ്കിലും പേയ്മെന്റ് കിട്ടുന്നതൊക്കെ ആണെങ്കിലും ഇറ്റ് വാസ് ഇൻ മില്യൺസ് ഓഫ് ദിർഹംസ്. ചെറിയ എമൗണ്ട് ഒന്നും അവിടെ ഇല്ല, കമ്പനി ഡീൽ ചെയ്തിട്ടില്ല. പക്ഷെ വാട്ട് ഈസ് യൂസ് ഫോർ മീ? എനിക്ക് എന്തായിരുന്നു പ്രയോജനം? ഓക്കെ, ഐ ഗെറ്റ് മൈ സാലറി, അത് വേറെ ബെനിഫിറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇത്രയും മില്യൺ കണക്കിന് ദിർഹംസ് ഞാൻ അവിടെ ഹാൻഡിൽ ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒരു ഐ എം നോട്ട് എക്സാജുറേറ്റിംഗ്, അറൗണ്ട് 10-12 വർഷത്തോളം ഞാൻ ആ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സേ 2 24 240 240 ഒരു 500 1000 മേ ബി 1 ട്രില്യൺ, ഒരു 1 ട്രില്യൺ ദിർഹംസ് എങ്കിലും ഞാനവിടെ ഡീൽ ചെയ്തിട്ടുണ്ടാവണം. അപ്രോക്സിമേറ്റ്ലി ഞാൻ പറയാണ് 12 വർഷത്തിനകം. എനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടി? ഓക്കെ, എൻ്റെ സാലറി അല്ലാതെ ഇറ്റ് വാസ് സംബഡി എൽസ് മണി. ഞാനത് ഒരു പൈസ പോലും എനിക്ക് അതിൽ നിന്ന് എടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞായിരിക്കും ഹി വിൽ ബി അറസ്റ്റഡ്, അല്ലേ? ഇത് വാസ് സിമിലർലി ഒരു എക്സാമ്പിൾ, എ സോൾജർ കില്ലിംഗ് പീപ്പിൾ ഇൻ ആർമി ഈസ് അവാർഡഡ്, പരംവീർ ചക്ര ഒക്കെ കിട്ടും. ബട്ട് വെൻ ഹി കിൽസ് ഹിസ് നെയ്ബർ ഹി ഈസ് അറസ്റ്റഡ്. ഒരു BSF വർക്ക് ചെയ്യുന്ന ഒരാള് പാകിസ്ഥാൻ ബോർഡറിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനിലുള്ള അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് വരുന്ന ആതങ്കവാദികളെ അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് വരുന്ന ഭീകരവാദികളെ വെടിവെച്ച് കൊന്നിട്ട് പുള്ളിക്ക് പരംവീര ചക്രയും മറ്റ് അവാർഡുകളൊക്കെ കിട്ടും. പക്ഷെ വീട്ടിൽ വന്ന് അതേ വ്യക്തി അതേ തോക്ക് ഉപയോഗിച്ച് അടുത്ത വീട്ടിലെ ആളെ കൊന്നു കഴിഞ്ഞാൽ അതിനെ ജയിലിലിടും. ഇതിനെയാണ് അകർമ്മം എന്ന് പറയുന്നത്. സീ ദ എക്സാമ്പിൾ ഓഫ് അർജുന ഫൈറ്റിംഗ് ഫോർ ധർമ്മയുദ്ധ ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. ദുര്യോധന ഫൈറ്റിംഗ് ഫോർ ഹിസ് ഓൺ സെൽഫിഷ് പ്ലാൻ. ദിസ് ഇസ് ദ ഡിഫറൻസ്. ഇതാണ് ആസുരിക സ്വഭാവവും ദൈവീയ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് കർമ്മം, അകർമ്മം, വികർമ്മം എന്നുള്ള വ്യത്യാസം. ദുര്യോധനൻ ചെയ്തത് വികർമ്മമാണ്. അർജുനൻ ചെയ്തത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛപ്രകാരം ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ അർജുനൻ വാസ് എലിവേറ്റഡ് ടു എ ഹയർ പൊസിഷൻ. നമ്മളും അതേ പ്രവൃത്തി തന്നെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോൾ അത് മുമ്പ് പറഞ്ഞു, നിഷ്കാമ കർമ്മിയോട് ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യുന്നു? ഐ ഡു മൈ സർവീസ് ടു ദ ലോർഡ്. സർവീസ് ടു ദ ലോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉള്ള ജോലി എല്ലാം രാജിവെച്ച് അല്ലെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് ഭഗവാന് വേണ്ടി മാത്രം ഇരുന്ന് ഭഗവത്ഗീത പറഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ അല്ലെങ്കിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യണമെന്നല്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്തവ്യം ചെയ്തുകൊള്ളൂ. ഇന്ന് രാവിലത്തെ ഏതൊരു ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, അതോ ഇന്നലെയാണോ ക്ലാസ്സിൽ പറയുകയുണ്ടായി, നിങ്ങൾ വീട്ടിൽ വെജിറ്റബിൾ കട്ട് ചെയ്ത് കൊള്ളുക. പൊട്ടറ്റോ കട്ട് ചെയ്യുന്നു, ഉരുളൻ കിഴങ്ങോ അല്ലെങ്കിൽ പിന്നെ ബീൻസോ കോളിഫ്ലവറോ മത്തങ്ങയോ അല്ലെങ്കിൽ വെള്ളരിക്കയോ കുമ്പളങ്ങയോ എന്ത് വേണേ കട്ട് ചെയ്തോളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഭഗവാന്
ഭഗവാനിൽ അർപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഭാവം മാറുന്നു. ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് അവിടെ അകർമ്മം. അകർമ്മം എന്ന് പറഞ്ഞാൽ അത് നിഷ്കാമ കർമ്മത്തിന്റെ ഒരു ഹയസ്റ്റ് ലെവലാണ്. ഇത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതിന്റെ റിസൾട്ട് ഭഗവാന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന തോന്നൽ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളതിന് ബന്ധനസ്ഥനാവുന്നില്ല. എപ്പോഴാണ് ഇത് ബന്ധനസ്ഥനാവുന്നത്? ദുര്യോധന ഫൈറ്റിംഗ് ഫോർ സെൽഫിഷ് പ്ലാൻ, സ്വന്തം ഹിസ് ഓൺ സെൽഫിഷ് പ്ലാൻ, സ്വന്തം ഇച്ഛാനുസരണം, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വിധേയനായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ബന്ധനങ്ങൾ നമുക്കുണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു പ്ലാൻ അക്കോർഡിംഗ്ലി. ഓക്കെ, സോ anyway, I'm just സോ അങ്ങനെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ കർമ്മണ്യ കർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക് കൃഷ്ണ കർമ്മകൃത്. കർമ്മത്തിൽ കർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണുന്നവനത്രേ മനുഷ്യരിൽ ബുദ്ധിമാൻ. എല്ലാത്തരം കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നാലും അതീന്ദ്രിയ അവസ്ഥയിലാണ് അയാൾ. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധ കർമാണം തമാഹു പണ്ഡിതം ബുധാഃ. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കർമ്മവും ജ്ഞാനാഗ്നി ദഗ്ധ കർമ്മണാം. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കാതെ പ്രയത്നിക്കുന്ന ഒരാളെ ജ്ഞാനി എന്ന് മനസ്സിലാക്കണം. ജ്ഞാനാഗ്നിയിൽ കർമ്മഫലങ്ങളെല്ലാം ഭസ്മീകരിച്ച പ്രവർത്തകനാണ് അദ്ദേഹമെന്ന് ഋഷീശ്വരന്മാർ പറയുന്നു. ജ്ഞാനാഗ്നിയിൽ തൻ്റെ കർമ്മങ്ങളെ എല്ലാം അർപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ടാകുന്നില്ല. സോ അടുത്തതിൽ പറയുന്നത് തൻ്റെ പ്രവൃത്തിയുടെ ഫലങ്ങളിൽ ആസക്തി കൂടാതെ സദാ സംതൃപ്തനായും സ്വതന്ത്രനായിരിക്കുന്ന ഭക്തൻ എല്ലാവിധ കർമ്മങ്ങളിലും ഏർപ്പെടുന്നുവെങ്കിലും കാമ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അതാണ് നിഷ്കാമ കർമ്മത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഭാഗം നമ്മൾ ഓർക്കേണ്ടത്. ആ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെ കാരണം നമ്മൾ കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നില്ല. കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന തോന്നൽ നമുക്കുണ്ടാകുമ്പോൾ അതിന്റെ റിസൾട്ട് നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നു. സോ ആ ഒരു ആഗ്രഹം കൂടാതെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 21 മുതൽ 23-ാമത്തെ സ്റ്റേജിൽ 23-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് സ്റ്റേജ് ഓഫ് പെർഫെക്ഷൻ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നേടുന്ന സ്ഥാനം എന്താണ്? ഗതാസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസ യജ്ഞായ ചരതാ കർമ്മ സമഗ്രം പ്രവിലീയതേ. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബദ്ധനാകാതെ അതീന്ദ്രിയ ജ്ഞാനത്തിൽ പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾ ദിവ്യതയിൽ വിലയം പ്രാപിക്കുന്നു. സോ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് ദിവ്യതയിൽ ചെന്ന് എത്താൻ സാധിക്കുന്നു. അതാണ് 24-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. യജ്ഞം എന്ന് പറയുന്നതാണ് ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആധ്യാത്മികമായ കോൺഷ്യസ്നെസ്സിൽ ചെയ്യണം. യജ്ഞ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാ പ്രവർത്തികളും യജ്ഞത്തിന്റെ രൂപത്തിൽ പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അതാണ് യജ്ഞ ഇൻ സ്പിരിച്വൽ കോൺഷ്യസ്നെസ് ലീഡ്സ് ടു സ്പിരിച്വൽ ഗോൾ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനഃ. സ്വയം മനസ്സിലാകാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എങ്കിൽ നമുക്കതിനെ പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തില്ല. ഒരു ചെറിയ എക്സാമ്പിൾ ഇതിൽ കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സപ്പോസ് ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുക എന്ന് വിചാരിക്കാം. ഒരു ക്ഷേത്രത്തിന് പണി നടന്നുകൊണ്ടിരിക്കുക. ആ ക്ഷേത്രത്തിന് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ 3 മേസ്തിരിമാരവിടെ ഉണ്ട്. 3 പേര് കൽപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന 3 പേരുണ്ട്. ഒരാളോട് ചെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാനിവിടെ ഒരു ഭിത്തി കെട്ടുക. വെൽ, ഇറ്റ്സ് കറക്റ്റ്, അബ്സല്യൂട്ട്ലി ഫൈൻ, നോ പ്രോബ്ലം. ഞാനൊരു ഭിത്തി കെട്ടുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. വളരെ കറക്റ്റാണ്, ഒരു തെറ്റുമില്ല, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ ആളോട് ചെന്ന് ചോദിച്ചു, അയാൾ പറഞ്ഞു ഞാനൊരു ബിൽഡിംഗ് പണിയുകയാണ്. അതും പെർഫെക്റ്റ്ലി ഫൈൻ. എന്നാൽ മൂന്നാമത്തെ ഒരാളോട് ചെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് ഞാനിവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയാണ്
ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം ഞാൻ പണി കഴിപ്പിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ ഇതിനെ കരുതുന്നത് എന്ന് പറയുമ്പോൾ 3 പേരും ചെയ്ത ഒരേ പ്രവൃത്തിയിൽ യഥാർത്ഥമായിട്ടുള്ള പൂർണ്ണ ജ്ഞാനത്തോടു കൂടി ചെയ്തത് ആരാണ് പൂർണ്ണ ജ്ഞാനത്തോടു കൂടി ചെയ്ത വ്യക്തി? മൂന്നാമത്തെ ആള് ഭഗവാന് വേണ്ടി ക്ഷേത്രം പണിയുന്നത്. യെസ്. അപ്പോ ആദ്യം ചെയ്ത വ്യക്തിയും മൂന്നാമത് ചെയ്ത വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 3 പേരും വർക്കേഴ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, ജോലിക്കാർ തന്നെ. അതെ, യെസ്. ദൂരെ നിന്ന് ഒരാൾ നോക്കിയാൽ ചെയ്ത പ്രവൃത്തി ഒരേപോലെ, പക്ഷെ അതിന്റെ റിസൾട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? റിസൾട്ട് എന്ന് വീട്ടിൽ പറയുമ്പോൾ കിട്ടുന്ന ശമ്പളവും അവരുടെ ഭാവം വ്യത്യാസമാണ്. യെസ്, അവരുടെ ഭാവം വ്യത്യാസമുണ്ട്. അതാണ് പറയുന്നത്, യജ്ഞം ചെയ്യുന്നത് ഫുൾ കോൺഷ്യസ്നെസ്സിലായിരിക്കണം. യജ്ഞം എന്ന് പറഞ്ഞാൽ എനി ആക്ടിവിറ്റി, എന്ത് പ്രവൃത്തിയും നമ്മൾ ചെയ്യുന്നത് യജ്ഞമായിട്ട് നമ്മൾ ചെയ്യണമെന്നാണ്. യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര ലോകോ അയം കർമ്മബന്ധനഃ എന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു. യജ്ഞത്തിന്റെ രൂപത്തിൽ വേണം നമ്മൾ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ. പക്ഷെ ആ യജ്ഞം ചെയ്യുന്നത് തന്നെ ഇഫ് ഇൻ ഫുൾ കോൺഷ്യസ്നെസ്സിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് പെർഫെക്ഷൻ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മുടെ കർമ്മത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നതിന്. അതാണ് കർമ്മം നമ്മൾ പഠിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. So having explained that sacrifice uncovers Brahman, Krishna now lists different types of sacrifices. ഇപ്പം എന്താ പറയാ, യജ്ഞത്തിനെ കുറിച്ചിട്ട് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞു. ഭഗവാൻ ഇനിയും പലതരത്തിലുള്ള സാക്രിഫൈസസിനെ കുറിച്ചിട്ട് ഭഗവാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഹിയർ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓർ നെക്സ്റ്റ് ലെസൺ. അടുത്തൊരു ലെസണിലേക്ക് നമ്മൾ പോവുകയാണ്. Just share my screen. Yes, we are here. എന്താണ് ഇയേഴ്സ്? നമ്മുടെ ലാസ്റ്റത്തെ യെസ്സിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് സാക്രിഫൈസ്. ഈ സാക്രിഫൈസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വി ഷുഡ് ഡു ഇറ്റ് ഇൻ എ ഫുൾ കോൺഷ്യസ്നെസ്. സോ 25 മുതൽ 29 വരെ ശ്ലോകങ്ങളിൽ പ്രധാനപ്പെട്ട കുറെ പോയിന്റുകൾ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദേവി ദേവതമാരെ വർഷിപ്പ് ചെയ്യുന്നത്, കർമ്മയോഗീസ് വർഷിപ്പ് ദ ഡെമിഗോഡ്സ് ബൈ ഡിഫറെന്റ് സാക്രിഫൈസസ്. പലതരത്തിലുള്ള യജ്ഞങ്ങൾ ചെയ്തുകൊണ്ട് ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താം. ജ്ഞാനയോഗീസ് ഓഫർ സാക്രിഫൈസസ് ഇൻ ടു ദ ഫയർ ഓഫ് ബ്രഹ്മൺ. ഇത് ബ്രഹ്മജ്യോതിയിലേക്ക് അവർ അർപ്പിക്കുന്നു. ബ്രഹ്മചാരീസ് ഓഫർ സെൻസസ് ഇൻ ദ ഫയർ ഓഫ് മൈൻഡ് കൺട്രോൾ. മനസ്സിന്റെ മാനസിക കൺട്രോൾ എന്ന് പറയുന്ന രീതിയിൽ ബ്രഹ്മചാരികൾ അവരുടെ ഇന്ദ്രിയങ്ങളെ മനസ്സിന്റെ അഗ്നിയിലേക്ക് ഓഫർ ചെയ്യുന്നു. ഗ്രഹസ്ഥാസ് ഓഫർ സെൻസ് ഒബ്ജക്ട്സ് ഇൻ ദ ഫയർ ഓഫ് സെൻസസ്. തൻ്റെ ഇന്ദ്രിയങ്ങളെ ഒരു ഗൃഹസ്ഥൻ സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഫോളോവേഴ്സ് ഓഫ് പതഞ്ജലി യോഗ സിസ്റ്റം ഓഫർ ദ ഫങ്ഷൻസ് ഓഫ് ദെയർ സെൻസസ് ആൻഡ് ലൈഫ് എയേഴ്സ് പ്രാണവായു ഇൻ ദ ഫയർ ഓഫ് സെൽഫ് കൺട്രോൾ. സ്വന്തമായി കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അഷ്ടാംഗ യോഗികൾ അല്ലെങ്കിൽ പതാഞ്ജലി യോഗകൾ ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റു തരത്തിലുള്ള സാക്രിഫൈസ് എന്തൊക്കെയാണ്? 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ചാരിറ്റി, ദാനം കൊടുക്കുന്നതും ഒരു യജ്ഞമാണ്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ദ്രവ്യ യജ്ഞ ഓർ സാക്രിഫൈസിങ് വൺസ് പൊസഷൻസ്. നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ നമ്മൾ യജ്ഞത്തിൽ അർപ്പിക്കാം. ഓസ്റ്ററിറ്റി, തപോ യജ്ഞം എന്ന് പറയുന്നത് സാക്രിഫൈസസ് ബൈ പെർഫോമിങ് സിവിയർ ഓസ്റ്ററിറ്റീസ്. പ്രഭുപാദ് ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നമ്മൾ ഏകാദശി വ്രതം മുതലായ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ഒരു ഓസ്റ്ററിറ്റിയാണ്, അത് തപസ്സാണ്. യോഗ, യജ്ഞ ഓർ പ്രാക്ടീസ് ദ യോഗ ഓഫ് എയ്റ്റ് ഫോൾഡ് മിസ്റ്റിസിസം. അത് അഷ്ടാംഗ യോഗ പ്രക്രിയയിലൂടെ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. സ്വാധ്യായ ജ്ഞാന, ഭഗവത്ഗീത ഭാഗവതം പഠിക്കുന്നതിനൊരു യജ്ഞമാണ്. സ്പിരിച്വൽ സ്റ്റഡി, അതാണ് സ്വാധ്യായ ജ്ഞാനം. പ്രാണായാമ, കൺട്രോളിങ് ദ ബ്രീത്തിങ് പ്രോസസ്, അവിടെ നമുക്ക് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇത് ചെയ്യാം. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാക്രിഫൈസസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ 30ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഓൾ സിൻഫുൾ റിയാക്ഷൻസ് ആർ ഡിസ്ട്രോയിഡ്. എങ്ങനെ? 30ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്? സർവേ അപത്യേ യജ്ഞവിദോ യജ്ഞക്ഷപിത കൽമഷാഹ യജ്ഞശിഷ്ടാമൃത ഭുജോ യാന്തി ബ്രഹ്മ സനാതനം. യജ്ഞോദ്ദേശം ഗ്രഹിച്ചവരും
യജ്ഞത്താൽ പാപ പ്രതികരണങ്ങൾ നീങ്ങിയവരുമാണ് ഈ യോഗിയെല്ലാം. യജ്ഞഫലങ്ങളുടെ അമൃതം നുകർന്ന അവർ പരമമായ സനാതന വ്യോമത്തിലേക്ക് മുന്നേറുന്നു. സോ അങ്ങനെ യജ്ഞങ്ങളിൽ കൂടി ചെയ്യുമ്പോൾ അവർ എല്ലാ കാര്യങ്ങളും അവിടെ അവര് സമർപ്പിതമായിട്ട് യാതൊരു വിധമായ ഫലവും പ്രതീക്ഷിക്കാതെ സ്വന്തം ഇച്ഛയെ മനസ്സിനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് ഭഗവത് സേവനത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവർക്ക് ഇതിലേക്ക് ചെല്ലാൻ സാധിക്കും. ഇനിയും അടുത്ത ഭഗവാൻ പറയുന്നത് എന്താണ്? ഈവൻ നിങ്ങൾ ഇനി യജ്ഞം അല്ലാതെ ചെയ്താൽ എന്താണ്? യജ്ഞങ്ങൾ അല്ലാതെ ചെയ്താൽ എന്താവും? നായം ലോകോ അസ്യ യജ്ഞസ്യ കുതോ അന്യ കുരുസത്തമ. കുരുശ്രേഷ്ഠ, യജ്ഞമനുഷ്ഠിക്കാതെ ആർക്കും ഈ ലോകത്തിൽ തന്നെ സന്തുഷ്ടിയോടെ ജീവിക്കാൻ ആവില്ല, പിന്നെയല്ലേ പരലോകത്തിൽ. ഈ ഭൂമിയിൽ പോലും നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ യജ്ഞത്തിൽ അർപ്പിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് വേദശാസ്ത്രങ്ങളിൽ പലതരത്തിലുള്ള യജ്ഞങ്ങളെ കുറിച്ചിട്ട് വർണ്ണിച്ചിരിക്കുന്നത് എന്നും പറയുന്നു. 33-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞ ജ്ഞാനയജ്ഞ പരം തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഹേ ശത്രുജ്ഞയ, ദ്രവ്യയജ്ഞത്തെക്കാൾ സ്വന്തമായി ഉള്ളതിനെ ത്യജിക്കുക, ശ്രേഷ്ഠമാണ് ജ്ഞാനയജ്ഞം. ഹേ പാർത്ഥ, സർവകർമ്മത്യാഗങ്ങളും ഒടുവിൽ ചെന്നെത്തുന്നത് ദിവ്യജ്ഞാനത്തിലാണ്. സോ അവിടെ ജ്ഞാനയജ്ഞത്തിന്റെ മഹത്വത്തെ കുറിച്ചിട്ട് ഭഗവാൻ പറയുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് പ്രോസസ് ഓഫ് ജ്ഞാനയജ്ഞ? എങ്ങനെ നമുക്ക് ജ്ഞാനയജ്ഞം അല്ലെങ്കിൽ ജ്ഞാനം നമുക്ക് നേടാൻ സാധിക്കും? അതിനൊരു വിധിയുണ്ട്. ചുമ്മാതെ നമ്മൾ പോയി നമുക്ക് എവിടുന്നും ജ്ഞാനം നമുക്ക് നേടാൻ സാധിക്കത്തില്ല. ദിസ് അനദർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസ് ഇൻ ഭഗവത്ഗീത. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാത് ഉപദീക്ഷന്തി ജ്ഞാനം. ഹരേ കൃഷ്ണ. ദയവായിട്ട് എല്ലാവരും മ്യൂട്ടിലിരുന്നാട്ട് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സോറി. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. സോ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദീക്ഷന്തി ജ്ഞാനം ജ്ഞാനനാസ് തത്വദർശിനഃ. ഒരു ആധ്യാത്മിക ഗുരുവിനെ എങ്ങനെ സമീപിക്കണം, എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ജ്ഞാനം നേടേണ്ടത്? ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക, അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം അറിഞ്ഞിരിക്കിയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. സോ ഒരു യഥാർത്ഥ ജ്ഞാനി അല്ലെങ്കിൽ ജ്ഞാനം നേടിയ ഒരു ആചാര്യ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടി വന്ന ഒരു ആളിൽ നിന്ന് തന്നെ വേണം നമ്മൾ ജ്ഞാനം നേടാൻ. അല്ലെങ്കിൽ നമ്മൾ വിൽ ബി മിസ്ഗൈഡഡ്. നമ്മൾ മുമ്പ് പറഞ്ഞു, ഒരേ ഒരു മനുഷ്യ ജന്മം, നമുക്ക് ഇത്രയും സൗഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എങ്കിൽ then it will be a waste. സോ അതുകൊണ്ട് we should be utmost careful. 35, 36, 37 ശ്ലോകങ്ങളിൽ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇനി ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ, ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തിയിൽ നിന്ന് യഥാർത്ഥ ജ്ഞാനം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും മായയ്ക്ക് അധീനനാവുകയില്ല. സർവ്വജീവികളും പരമപുരുഷന്റെ അംശങ്ങളാണെന്നും അവ എന്റേതാണെന്നും നിനക്ക് സ്പഷ്ടമാകും. സോ അവിടെ അങ്ങനെ പിന്നെ യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും നമ്മൾ അനുഭവപ്പെടുന്നില്ല. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ദൃഷ്ടി നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും നശിച്ചു പോകും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖ സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. അപിചേത് അസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമഃ സർവം ജ്ഞാന പ്ലവേനൈവ വൃജിനാം സദാരിഷ്യസി. സോ അങ്ങനെ നമ്മുടെ എല്ലാ പാപങ്ങളെയും നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. അല്ലയോ അർജുന, കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഭഗവാൻ നൽകുന്നത്. സോ ഏറ്റവും പവിത്രപരമായ ഒരു കാര്യമാണിത്, ഏറ്റവും പ്യുവറസ്റ്റ് ആണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഏത് ജ്ഞാനയജ്ഞത്തെ കുറിച്ചിട്ട്. ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നില്ല. ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിന്റെ
പരിപക്വ ഫലമാണ്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും. അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധത്തിൽ കൂടി അല്ലെങ്കിൽ പരമ്പരയിൽ കൂടി വരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഈ ജ്ഞാനം നേടുമ്പോഴുള്ള മഹത്വത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയി നമ്മൾ ജ്ഞാനം നേടിയാൽ ഇതെല്ലാം ഇതുപോലെല്ലാം നമുക്ക് കിട്ടും എന്നൊരിക്കലും പറയുന്നില്ല. സോ പ്യുവറസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പവിത്രം കാലേനാത്മനി എന്നാണ് പറയുന്നത്. കാലേനാത്മനി എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? ഇറ്റ്സ് ബിയോണ്ട് ദ ടൈം. സോ 38ാമത്തെ ശ്ലോകത്തില് നമുക്കത് കാണാൻ സാധിക്കുന്നത് കാലക്രമത്തിൽ അല്ലെങ്കിൽ കാലാന്തരങ്ങളിൽ അല്ലെങ്കിൽ കാലക്രമത്തിൽ നമ്മൾ അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അത് ഏറ്റവും പവിത്രമായിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധാവാം ലഭത്തെ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചിരേണാഥ അധിഗച്ഛതി. ഇന്ദ്രിയ സംയമനം ചെയ്തവനും ദിവ്യജ്ഞാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ചവനും ശ്രദ്ധായുക്തനുമായ ഒരു വ്യക്തി ആ ജ്ഞാനത്തിന് അർഹൻ തന്നെ. അത് ലഭിച്ചാൽ അയാൾക്ക് വേഗത്തിൽ പരമമായ ആധ്യാത്മിക ശാന്തി കൈവരും. സോ ഒരു ശാന്തി എങ്ങനെ നമുക്ക് ലഭിക്കാൻ സാധിക്കും? അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ശാന്തി ലഭിക്കാൻ സാധിക്കും. സോ അതിനും തീർച്ചയായിട്ടും നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയാ വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായവർക്ക് ഈശ്വര അവബോധം ലഭിക്കുകയില്ല. ഇപ്പൊ ഈ ഇരിക്കുന്ന ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാവരെ കുറിച്ച് ഇത് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും ഒരു ഈശ്വര വിശ്വാസവും ഈശ്വര ഭക്തിയും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഈ ഭഗവത്ഗീതയെ കുറിച്ച് കേൾക്കാൻ തയ്യാറായത്. പക്ഷെ ഭഗവാൻ പറയുകയാണ്, ധർമ്മശാസ്ത്രങ്ങളെ സംശയദൃഷ്ടിയാ വീക്ഷിക്കുന്നവരും വീക്ഷിക്കുന്ന അജ്ഞരും അവിശ്വാസികളുമായ ഒരാൾക്ക് ഈശ്വരാവബോധം ലഭിക്കുകയില്ല. അവർ അധപ്പതിക്കുന്നു. സംശയാലുവായ ജീവന് ഇഹലോകത്തിലും പരലോകത്തിലും സന്തുഷ്ടി ലഭിക്കുകയില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അത് മനസ്സിലാക്കേണ്ടത്. അർജുനന്റെ ഉണ്ടാകുന്ന ഒരു സംശയങ്ങൾ നമ്മൾ പറയാണ്. റിയാക്ഷൻ ഫ്രീ വർക്ക്, റൈസ് ആൻഡ് ഫൈറ്റ്. Arjuna found these two verses contradictory and thus questions Krishna in the beginning of the next chapter. ഇത് കണ്ടിട്ട് അർജുനന് സംശയം വരികയാണ് ചെയ്യുന്നത്. എന്താണ് യോഗ സന്യസ്ത കർമ്മണാം ജ്ഞാന സഞ്ചിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബദ്ധന്തി ധനഞ്ജയ. ഭഗവാൻ ഇവിടെ പറയുന്നത്, അർജുനോട് പറയുകയാണ്, അല്ലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവൻ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധപ്പെടുന്നില്ല. അടുത്ത പറയാണ്, അങ്ങനെ അജ്ഞാനത്താൽ നിനക്കുണ്ടായ സംശയങ്ങളെ ജ്ഞാനത്തിന്റെ വാൾ കൊണ്ട് അറുത്ത് യോഗനിഷ്ഠനായി എഴുന്നേൽക്കൂ ഭാരത, യുദ്ധം ചെയ്യൂ. സോ ഒരു സ്ഥലത്ത് ഭഗവാൻ പറയുന്നു, അല്ലയോ ധനഞ്ജയ, തന്റെ കർമ്മഫലങ്ങൾ ത്യജിച്ച് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നവർ ആധ്യാത്മിക ജ്ഞാനത്താൽ സംശയങ്ങളെല്ലാം നീങ്ങി യഥാർത്ഥത്തിൽ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരം അയാൾ കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. സോ ഇത് അർജുനൊരു കൺഫ്യൂഷനാണ്. അർജുനൻ ഫൗണ്ട് ദീസ് ടു വേഴ്സസ് കോൺട്രഡിക്ടറി ആൻഡ് ദസ് ക്വസ്റ്റ്യൻസ് ഇൻ ദ നെക്സ്റ്റ് ചാപ്റ്റർ. സോ അടുത്ത ചാപ്റ്ററിൽ ആണ് അടുത്ത ഭാഗങ്ങൾ നമ്മൾ പറയുന്നത്. സോ അടുത്ത ഭാഗം എന്ന് പറയുന്നത് നമ്മൾ 3ാമത്തെ അധ്യായത്തിൽ കണ്ടതിൻ്റെ അടുത്ത ഒരു ലെവലാണ്. നമ്മൾ 3ാമത്തെ അധ്യായം എന്ന് പറയുന്നത് കർമ്മയോഗം എന്ന് നമ്മൾ കണ്ടു. ഇത് കർമ്മയോഗ ആക്ഷൻ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. കൃഷ്ണാവബോധത്തിൽ കർമ്മയോഗം എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ 5ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിൽ ബി മീറ്റിംഗ് ഇറ്റ് ഓൺ 5th day ടുമോറോ. സോ ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. വന്ന് ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. എനി ക്വസ്റ്റ്യൻസ് ഓൺ ദിസ് ടുഡേസ് ഡിസ്കഷൻ? ഹരേ കൃഷ്ണ പ്രഭുജി. വീത എന്ന് പറയുന്ന മീനിങ് ഏത്? വീത രാഗ ഭയക്രോധ എന്ന് പറയുന്നത്. വീത എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുക. രാഗ ഭയ ക്രോധ, ഇത് 3നെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അത് 3മാണ് നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യം. സോ വീത രാഗ ഭയ ക്രോധ, അപ്പൊ ഇതിനെ 3നെ അകറ്റി നിർത്തിക്കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ പ്രഭു. ഓക്കെ.
വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? കൃഷ്ണ പ്രഭു ലക്ഷ്മി ദേവിയിൽ നിന്ന് വരുന്ന പരമ്പരയെ കൊടുത്തിട്ടുള്ള ഓക്കെ, അതായത് രണ്ട് നമ്മുടെ 4 പരമ്പരകളാണ് നമുക്കുള്ളത്. ശ്രീ പരമ്പര അല്ലെങ്കിൽ ലക്ഷ്മി പരമ്പര, ബ്രഹ്മമാധ്വ പരമ്പര, രുദ്ര പരമ്പര, കുമാര പരമ്പര. ഈ 4 പേർക്കാണ് ഭഗവാൻ ആദ്യമായിട്ട് ജ്ഞാനം എല്ലാം നൽകിയത്. ശ്രീ പരമ്പരയിൽ നിന്ന് വരുന്ന അതിനെയാണ് ഇന്ന് നമുക്ക് ഒരുപക്ഷെ തമിഴ്നാടുമായിട്ട് എന്തെങ്കിലും കണക്ഷനോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഈവൻ ശ്രീരംഗം അതുപോലെ തിരുപ്പതി മുതലായ ക്ഷേത്രങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവരോ പോയിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ്. എന്താ പറയുക, അവരുടെ അയ്യങ്കാർ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മിൻ ഉണ്ട്, അയ്യങ്കാർ. ആ ബ്രാഹ്മിൻ ഫാമിലി അവരെല്ലാവരും ഈ പറഞ്ഞ ശ്രീ വൈഷ്ണവയിലുള്ളവരാണ്. അവരുടെ ഒരു തിലകം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തിലകമാണ്. രംഗനാഥൻ അല്ലെങ്കിൽ തിരുപ്പതി ബാലാജിയൊക്കെ തൊട്ടിരിക്കുന്ന അതുപോലത്തെ തിലകമാണ് അവർ അണിയുന്നത്. സോ അവരും ഈ ശ്രീ വൈഷ്ണവ പരമ്പരയിലുള്ള ഒരു വിഭാഗമാണ്. സോ അതിൻ്റെ ആചാര്യനായിട്ട് ശ്രീ രാമാനുജാചാര്യനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വന്നതിന് ശേഷമാണ് ഒരു വലിയൊരു മാറ്റം ഈ ഒരു ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഉണ്ടായി. അദ്ദേഹം അതിനെ വലിയൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തതാണ്. ഇതാണ് അതിനെക്കുറിച്ച് ചെറുതായിട്ട് അറിയേണ്ട ഒരു കാര്യം. സോ അങ്ങനെ ഈ ശ്രീ വൈഷ്ണവ സമ്പ്രദായ പ്രകാരം അവരുടെ വിശ്വാസപ്രകാരം 108 ദിവ്യദേശങ്ങളാണുള്ളത്. 108 ദിവ്യദേശങ്ങളിൽ 106 ഈ ഭൗതിക ലോകത്തിലുണ്ട്. ഈ 106 ദിവ്യദേശങ്ങളിൽ പോകുന്നവർക്ക് മുകളിലുള്ള ആധ്യാത്മിക ലോകത്തിലുള്ള ക്ഷീരസാഗരത്തിലും വൈകുണ്ഠത്തിലും പോകാനുള്ള സൗഭാഗ്യം ലഭിക്കും എന്നാണ് അവരുടെ ശാസ്ത്രങ്ങളിൽ കൂടി അവരുടെ ആചാര്യന്മാർ വർണ്ണിക്കുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ഇതിൽ വരുന്ന ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന വ്യക്തിത്വങ്ങളാണ് 12 ആൾവാർ. 12 ആൾവാർ എന്ന് പറയുന്ന 12 ഭഗവാന്റെ പാർശ്വതന്മാരും ഭഗവാന്റെ പാരഫെർണേലിയാസും ഒക്കെ ഓരോ അവതാരങ്ങൾ എടുത്ത് ഭൂമിയിൽ വന്ന് ഭഗവാനെ പ്രകീർത്തിച്ചതാണ് 12 ആൾവാർമാർ. ഇവരെഴുതിയതാണ് 4000 ദിവ്യപ്രബന്ധം എന്ന് പറയുന്ന ഗ്രന്ഥം. തമിഴ് ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് വായിച്ച് നമുക്ക് വേദശാസ്ത്രങ്ങളെല്ലാം ജ്ഞാനം അതിൽ കൂടി തന്നെ നമ്മൾ നേടാൻ സാധിക്കുന്നതാണ്. ലളിതമായ ഭാഷയിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ 4000 ദിവ്യപ്രബന്ധം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ക്ലിയർ ആണോ? ഒരുപാട് പറയാനുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ 12 ആൾവാർക്കുടെ കഥയൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് പിന്നെ ഒരു സമയം കിട്ടും അത് പറയാം. നെറ്റ് കട്ടായിട്ട് കുറച്ച് കേട്ടുള്ളൂ. അതെയോ, ശരി. ഓക്കെ. യൂട്യൂബിൽ കേൾക്കാൻ സാധിക്കും. അത് വേണമെങ്കിൽ പിന്നീട് സമയമുള്ള പോകുന്ന യൂട്യൂബിൽ കേട്ട്. ഹരേ കൃഷ്ണ ഗുരുജി. പ്രഭുജി പറഞ്ഞിട്ടെ ഉഷമാതാജി. പ്രഭുജി അങ്ങയുടെ ഒരു സംശയം ചോദിക്കാനായിരുന്നു. ചോദിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ചോദിച്ചോട്ടെ ഉഷമാതാജി. നെറ്റ് പ്രോബ്ലം. എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങ് ചോദിച്ചാട്ടെ. വീത എന്നുള്ള വാക്കിന്റെ അർത്ഥം പ്രഭുജി എന്താണെന്ന് മനസ്സിലായില്ല. അതായത് വീത എന്ന് പറഞ്ഞാൽ മറികടക്കുക അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക. രാഗ, ഭയ, ക്രോധ എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളെ മറികടന്നുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് അവിടെ വീത എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. ഓക്കെ, മനസ്സിലായി പ്രഭുജി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അതുകൊണ്ടാണ് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ സംശയം ഉണ്ടാകുന്നത്. കാരണം ശ്രദ്ധയോടുകൂടി കേൾക്കുമ്പോഴാണ്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ശ്രദ്ധയോടുള്ള കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതറിഞ്ഞതിൽ വളരെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യമുണ്ടോ? Okay, we will stop for the day.